എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ്. നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാണ്. ഷിവപാസ്റ്ററെ, ഓക്കെ, ഷിവപാസ്റ്ററെ ടേക്ക് ഓവർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ ഫിലോസഫി, ക്രിസ്ത്യൻ തിയോളജി ആയിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട സാറ് ക്ലാസ് എടുത്തത്. അപ്പം നമ്മൾ സാറിൻ്റെ ക്ലാസ് വല്ലപ്പോഴുമാണ് നമുക്ക് കിട്ടുന്നത്. ഇന്നുകൊണ്ട് ഈ സാറിൻ്റെ ക്ലാസ് തീരും. ഇന്നൊക്കെ സൗന്ദര്യശാസ്ത്രമാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ സംശയങ്ങളും ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളതുകൊണ്ട് ഒരു Q&A സെഷൻ ഞാൻ സാറിനോട് ചോദിച്ച് അടുത്ത ശനിയാഴ്ച സാറ് ഗ്രേഷ്യസ്ലി അലൗഡ് അസ് എ Q&A സെഷൻ. സോ അതുകൊണ്ട് അടുത്ത ആഴ്ച നമുക്ക് 1.5 മണിക്കൂർ ഫുൾ സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ ഡൗട്ട്സും ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി നെക്സ്റ്റ് സാറ്റർഡേ വരിക. ഇപ്പോൾ സാറിൻ്റെ ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ സാറിൻ്റെ ക്ലാസ് യൂട്യൂബിൽ ഗ്ലോറിയസ് മൊമെന്റ്സ് ചാനലിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്താണ് പഠിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സോ കൈൻഡ്ലി ഡു ദാറ്റ്. ആദരണീയനായ പ്രൊഫസർ ഡോക്ടർ KM ഫ്രാൻസിസ് സാറിനെ ക്ലാസ് എടുക്കാനായി ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ എപ്പിസോഡിലെ ക്ലാസ്സില് ഞാൻ വിവരിച്ചത് ഈ ഹൃദയത്തിലുള്ള കൽപ്പനകള് നീതി സംവിധാനമായിട്ടും എത്തിക്സ് ധാർമ്മിക സംവിധാനമായിട്ടും രൂപപ്പെടുത്തുന്ന കൃതിയാണ് റിപ്പബ്ലിക്. അതിലാണ് ഭരണാധികാരിയുടെ റോൾ എന്താണ്, നിയമം എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്ന കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നത്. അതിൻ്റെ അടിത്തറ മനുഷ്യാന്വേഷണമായിരുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. എന്നിട്ട് ഞാനൊരു ഉദാഹരണം നിങ്ങളോട് ചോദിച്ചു. ഞാനൊരു വാഹനം ഓടിക്കുന്നു, മറ്റൊരാളും ഒരു വാഹനം ഓടിക്കുന്നു. രണ്ടുപേർക്കും ഒരുമിച്ച് പോകുമ്പോഴാണ് സൊസൈറ്റി രൂപം കൊള്ളുന്നത്. ആ സൊസൈറ്റി രൂപം കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമുക്ക് മുകളിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു നിയമം രൂപപ്പെടുത്തിയെടുക്കുന്നത്. ആ നിയമം ഒറിജിനലി മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെന്നും അത് ദൈവത്തിന്റെ കൽപ്പനയാണെന്നും ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. പക്ഷെ പഴയ നിയമത്തില് അങ്ങനെ ഒരു ബേസിസ് നിയമത്തിന് കൊടുത്തിട്ടില്ല. ദൈവം നമ്മോട് സംസാരിക്കുന്നു, നമ്മളത് മനസ്സിലാക്കുന്നു. ദൈവം ഏതിലൂടെ സംസാരിക്കുന്നു? പ്രവാചകന്മാരിലൂടെ, പുരോഹിതന്മാരിലൂടെ. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മോട് നമ്മുടെ ഉള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. അത് ചില സൂചനകളുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ പൊട്ടിപ്പുറപ്പെടും. അപ്പൊ ശരിയേത് തെറ്റേതാണ് എന്ന് വിവേചിച്ചറിയുന്ന നീതി സങ്കല്പവും ധാർമ്മിക സങ്കല്പവും ഒക്കെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ദൈവസ്വരത്തെ നമ്മൾ പഴയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ കുടുങ്ങിപ്പോയാൽ അത് കേൾക്കാൻ പറ്റില്ല. എപ്പോഴും പുറമേ നിന്നുള്ള ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതാണ് ഒരു 500 കൊല്ലക്കാലം, ഒരു 1000 കൊല്ലക്കാലം സഭകളെ ഗ്രസിച്ച ഒരു പ്രശ്നം. അതിൽ നിന്നാണ് റെനൈസാൻസ് വ്യക്തികള് ഇതിനെ പുറത്തേക്ക് എടുത്തത്. കാരണം അവർ മനസ്സിലാക്കി പുതിയ നിയമത്തിന്റെ അടിത്തറ പഴയ നിയമം മാത്രമല്ല, അതിന്റെ അടിത്തറ ഗ്രീക്ക്, റോമൻ ഫിലോസഫി കൂടെ ഉണ്ടെന്ന്. അങ്ങനെ പഴയ ഗ്രീക്കോ റോമൻ ഫിലോസഫിയുടെ കാഴ്ചപ്പാടിൽ ക്രിസ്ത്യൻ ഹ്യൂമനിസത്തെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് റെനൈസാൻസും അതിനുശേഷം ഉണ്ടായിട്ടുള്ള യൂറോപ്പിലെ നവോത്ഥാനവും. രാഷ്ട്രീയവും സാമൂഹികവും കലാപരവുമായ എല്ലാം. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിന്റെ ഉള്ളിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത്. ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ ഞാൻ പറയാത്തത് ചിലതും കൂടി പറയുന്നു എന്ന് മാത്രം. കാരണം ഇത് വിഷയം ഗൗരവമുള്ളതായതിനാൽ ഒറ്റ സ്പെല്ലിന് എനിക്കെല്ലാം അവതരിപ്പിക്കാൻ ഇത് കഴിയുന്നില്ല. അപ്പൊ അതിൻ്റെ ഉള്ളില് 2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഒരു ചോദ്യം ഇതാണ്: ഈ മൊറാലിറ്റിയും എത്തിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാണ് ഒരു ചോദ്യം.
ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഞാൻ പുസ്തകങ്ങൾ പരതിയിട്ടും നെറ്റ് പരതിയിട്ടും ഇതിന്റെ ഉത്തരം കൃത്യമായിട്ട് നൽകാനായിട്ട് തത്വചിന്തകർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. അതിന്റെ ശ്രമം ഹെഗല് നടത്തുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതാണ്. മൊറാലിറ്റി എന്ന് പറഞ്ഞാല് പേഴ്സണലി നമ്മൾ ജീവിക്കേണ്ട മാനദണ്ഡങ്ങളാണ്. എത്തിക്സ് എന്ന് പറയുമ്പോൾ അത് സമൂഹവുമായി ജീവിക്കേണ്ട ശരിതെറ്റിന്റെ മാനദണ്ഡങ്ങളാണ്. കാരണം ഈ പേഴ്സണൽ മാനദണ്ഡങ്ങൾ പലപ്പോഴും സൊസൈറ്റിക്ക് വേണ്ടി നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ എല്ലാ നിയമങ്ങളും എഴുതിയുണ്ടാക്കി വരുന്നത്, എത്തിക്കൽ ലോസ്. അങ്ങനെ എത്തിക്കൽ ലോസ് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ രണ്ടാമതൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്തിനാണ് സമൂഹമായിട്ട് ജീവിക്കണേ? എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരെ? ഇതാണൊരു ചോദ്യം. അപ്പോ ഈ ചോദ്യത്തിന് മറുപടി നൽകണമെങ്കിൽ ഈ ചിന്തകരുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ഇപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണം. ആ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് നമ്മളെ മറ്റാരെങ്കിലും വിളിച്ചിട്ടല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വിശപ്പ് നമ്മളെ വിളിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്ന കോളിനെ, നിയമത്തെ അനുസരിക്കുന്നത് മാത്രമേ സ്വാതന്ത്ര്യമായിട്ട് അംഗീകരിക്കുന്നുള്ളൂ എന്നാണ് ഈ എൻലൈറ്റൻമെന്റ്, ഇമ്മാനുവൽ കാന്റിന്റെ തൊട്ടുള്ള സുചിന്തിതമായ നിലപാട്. ആ നിലപാട് ഒറിജിനലി ഈ സോക്രട്ടീസിനെ പോലത്തെ ആളുകൾക്കുണ്ട്. എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതിനെ അനുസരിക്കുമ്പോൾ മാത്രമേ ഞാൻ സ്വതന്ത്രനാകുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു വ്യക്തിയാണോ എങ്കിൽ സമൂഹം എന്നത് ഞാൻ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി തൽക്കാലം നീക്കുപോക്കുണ്ടാക്കി സൃഷ്ടിക്കുന്ന ഒരു അപ്പൻഡിക്സ് ആണോ എന്ന്, ഇതാണ് ചോദ്യം. അപ്പൊ സൊസൈറ്റി അപ്പൻഡിക്സ് ആണോ അതോ എൻ്റെ സത്തയുടെ അവിഭാജ്യമായ ഭാഗമാണോ? ഈ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ തന്നെ ഉത്തരം പറയാം. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ആ നോവല് എഴുതുന്നതിന്റെ പശ്ചാത്തലം മാർട്ടിൻ ലൂതർ ഉണ്ട്. ക്യാപിറ്റലിസത്തിന്റെ ആദ്യത്തെ വളർച്ചയാണത്. അതിലേക്ക് നയിച്ച സംഭവങ്ങളെ ഞാൻ പറയാം. അപ്പൊ യഥാർത്ഥത്തില് ഈ ചോദ്യം ചോദിച്ചാൽ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. ഇപ്പോ ഞാൻ നിങ്ങളുടെ സഭകളിൽ എങ്ങനെയാണ് വിശ്വാസ പ്രമാണം ചെല്ലുക എന്നറിയില്ല. അപ്പൊ എൻ്റെ വീട്ടില് ഞാൻ ഡെയിലി പ്രാർത്ഥനയിൽ ചെല്ലുന്ന വിശ്വാസ പ്രമാണം എങ്ങനെയാണ്: ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് വീട്ടിൽ ചൊല്ലുന്ന അപ്പോസ്റ്റൽസ് ക്രീഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാത്തലിക്സിന്റെ വീടുകളിൽ ചെല്ലുന്നത്. എന്നാൽ പള്ളിയിൽ വരുമ്പോ നിക്കാ സുനദോസിന്റെ വിശ്വാസ പ്രമാണം ചെല്ലും. ആ വിശ്വാസ പ്രമാണത്തില് നമ്മളെല്ലാവരും ചെല്ലുന്നത് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഒരു ചോദ്യം ഇതാണ്: ആക്ച്വലി ഞാൻ മാത്രമാണോ അതോ ഞങ്ങൾ എന്ന് പറയുന്ന യാഥാർത്ഥ്യം എന്നിലുണ്ടോ? ഇതാണ് ചോദ്യം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്: ഞാൻ വെറും ഞാൻ മാത്രമാണോ? ഞാൻ വെറും ഞങ്ങൾ മാത്രമാണോ? ഞാൻ ഒരു ഞങ്ങളാണോ? I and we is fused in me. ഇതാണ് ചോദ്യം. അപ്പൊ യഥാർത്ഥത്തില് ക്യാപിറ്റലിസ്റ്റ് ചിന്തകര് മുഴുവൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ: ഞാൻ എന്ന യാഥാർത്ഥ്യം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. സൊസൈറ്റി, എക്കോണമി ഇതെല്ലാം ഒരു അപ്പൻഡിക്സ് ആണ്. എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പോലെയുള്ള ആളുകൾ പറയുന്നത് ഞാൻ എന്നൊരു യാഥാർത്ഥ്യം ഇല്ല, ഞങ്ങൾ എന്നൊരു യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ. ഇത് എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാൻ എന്ന് പറയുന്നതാണോ ശരി? ഞങ്ങൾ എന്ന് പറയുന്നതാണോ ശരി? അതോ ഞാനിൽ നിന്ന് ഞങ്ങളിലേക്ക് പോവുകയാണോ വേണ്ടത്? ഈ ഞങ്ങൾ എന്ന യാഥാർത്ഥ്യം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒന്നാണോ? അതോ ഞങ്ങൾ എന്ന് പറയുന്നത് കാരണം എനിക്ക് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ കല്യാണം കഴിച്ചേ തീരൂ,
അപ്പോഴേ ഞാൻ അപ്പനാവുള്ളൂ. അതിനുവേണ്ടി ഞാൻ കല്യാണം കഴിക്കുന്നതാണോ? എനിക്ക് വാഹനം ഓടിക്കണമെങ്കിൽ നിയമം അനുസരിച്ച് തീരൂ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണോ? അത് എൻ്റെ ഉള്ളില് വിശപ്പിന്റെ വിളി പോലെ സാമൂഹികനാകാനുള്ള വിളിയുണ്ടോ? ഇതാണ് ചോദ്യം. അപ്പൊ അരിസ്റ്റോട്ടിലെ എത്തിക്സിന്റെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ മനുഷ്യന്റെ സ്വാതന്ത്ര്യവും സമൂഹത്തിന്റെ ഐക്യവും ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ് ഈ എത്തിക്സ് പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതുന്നത് എന്നാണ്. അത് എത്തിക്സിന്റെ ആദ്യത്തെ പേജുകളിൽ അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ വ്യക്തി, ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫ്രീഡം ഉണ്ടാവണം, സൊസൈറ്റിയുടെ ഹാർമണി ഉണ്ടാവണം. പ്രിയമുള്ളവരെ, ഈ യാഥാർത്ഥ്യം മനുഷ്യന്റെ ഉള്ളിലുള്ളതാണെന്നും അത് ആണ് നമ്മുടെ ഈശോമിശിഹ പഠിപ്പിച്ച പാഠത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പാഠം. കാരണം നമ്മുടെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പഴയ നിയമത്തിലെ ദൈവം ഏകനാണ്. ആ ഏകൻ എന്ന് വെച്ചാൽ ഒറ്റ ആളുള്ളൂ. യേശു നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവം ട്രിനിറ്റിയാണ്. അവിടെ ഒരേ സമയം ഓരോ വ്യക്തികളും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്വതന്ത്രരാണ്. അതേസമയം അവര് ഒന്നാണ്. അപ്പൊ 3 വ്യക്തികൾ ഒരേ സമയം സ്വതന്ത്രരായിരിക്കുകയും അതേസമയം ഏകമായിരിക്കുകയും ചെയ്യുന്ന ഈ രഹസ്യമാണ് നമ്മുടെ ട്രിനിറ്റി. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ നമ്മൾ പറയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പോ അത് പറയുന്നത് ദൈവം കൽപ്പിക്കുന്നതല്ല. ദൈവത്തിന്റെ ഛായയിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിത്തില് തന്നെ ട്രിനിറ്റി കിടപ്പുണ്ട്. അപ്പൊ ഞാൻ വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവും കൂടി ഒരു ശരീരമായിട്ട് മാറുകയാണ്. അതാണ് യേശു പിന്നീട് പറയുന്നത്. യേശു അപ്പസ്തോല നടപടികൾ 2-ാം അധ്യായം 44-ാം വചനം ഇങ്ങനെയാണ്: വിശ്വസിച്ചിരുന്നവർ മുഴുവൻ ഒരു സമൂഹമായി മാറി. യേശു തന്നെ വിശുദ്ധ കുർബാന തന്നിട്ട് പറയുന്നത്, ഇത് ഭക്ഷിച്ചാൽ ഞാനും നീയും ഏക ശരീരമായി തീരും, നമ്മളായി മാറും. അങ്ങനെ ഞാനും യേശുവും കൂടിയിട്ടാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് തന്നെ. അപ്പൊ ഇതൊക്കെ യേശു നമുക്ക് നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തിന്റെ വിവിധ ഭാഗങ്ങൾ വെളിപ്പെടുത്തി തരുന്ന ഏറ്റവും വലിയ രഹസ്യമാണ് ഈ യേശുവിന്റെ ഈ ട്രിനിറ്റി, ത്രിത്വം എന്ന് പറയുന്ന വിശ്വാസം, മിസ്റ്ററി നമുക്കില്ലെങ്കിൽ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ നീക്കുപോക്കിന് വേണ്ടി ഉണ്ടാക്കുന്ന അപ്പൻഡിക്സ് ആണ്. അതങ്ങനെയല്ല. അത് നിന്റെ ഓണ്ടോളജിക്കൽ എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ ഉള്ളിൽ ഇഴുകിച്ചേർന്നിരിക്കുന്ന 2 കാര്യങ്ങളാണ് ആ ട്രിനിറ്റേറിയൻ ഫോർമുല. ഒന്ന്, ഞാനൊരു സ്വതന്ത്രനാണ്, അതേസമയം തന്നെ ഞാനൊരു സാമൂഹികനാണ്. അപ്പൊ ഈ മനുഷ്യനെ സംബന്ധിച്ച ഈ സങ്കല്പം എന്ന് പറയുന്നതിനെ ഞങ്ങളുടെ മാർപ്പാപ്പ ബെനഡിക്ട് 16-ാമൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ എന്ന വിശ്വാസ പ്രമാണത്തിൽ നിന്ന് പള്ളിയിലെത്തുമ്പോൾ ഞങ്ങൾ എന്ന ഇതിലേക്ക് വളരുകയാണ്. അത് 2 ഡയമെൻഷനാണ്. അപ്പൊ നിക്കാ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് ട്രിനിറ്റേറിയൻ ഫോർമുലയുടെ ഏറ്റവും ഉദാത്തമായ ഒരു എക്സ്പ്രഷനാണ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ അതിലെ ഞാനും ഞങ്ങളുമാണ് എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയാനും നിങ്ങളോട് ചർച്ച ചെയ്യാനും കാരണം, എന്തിനാണ് ജസ്റ്റിസ്, എന്തിനാണ് എത്തിക്സ്, എന്തിനാണ് പൊളിറ്റിക്സ്, എന്തിനാണ് സൊസൈറ്റി എന്നുള്ളതിന്റെ പ്രധാന അടിത്തറ കെടുക്കുന്നത് ദൈവം നമ്മളെ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു മാവ് വലുതായി മാങ്ങയുണ്ടാകുമ്പോഴാണ് ആ മാവിന് ഫുൾഫിൽമെന്റ് ഉണ്ടാവണ, സന്തോഷം ഉണ്ടാവണ. അതുപോലെ മനുഷ്യൻ വളർന്ന് സാമൂഹിക ജീവിയായിട്ട് മാറി അവൻ നീതിയും സമാധാനവും ഹാർമണി ഉള്ള ഒരു സൊസൈറ്റിയും സൃഷ്ടിച്ചെടുക്കുമ്പോഴാണ് പൂർണ്ണത വരിക. അപ്പൊ സഭയെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചും ട്രിനിറ്റിയെ സംബന്ധിച്ചും സമൂഹത്തെ സംബന്ധിച്ചും രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഇതാണ്. ലോകത്തെ സംബന്ധിച്ചും
ഈ ലോകത്തിൽ 730 കോടി ജനങ്ങളുണ്ടെങ്കിലും ആ ജനങ്ങൾ മുഴുവൻ ഏക ശരീരമാകുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പിതാവായ ദൈവം ട്രിനിറ്റിയിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതാണ് സഭ എന്ന് വെച്ചാല് വിശ്വാസികളെല്ലാവരും ഒരു സമൂഹമായി തീർന്നു. അപ്പോ ഇത് ഞാൻ പറഞ്ഞത് മറ്റൊന്നിനല്ല, കഴിഞ്ഞ ക്ലാസ്സില് എന്തിനാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനും എന്തിനാണ് എത്തിക്സും എന്തിനാണ് ലോയും, ഇതൊക്കെ വെറും മനുഷ്യനിർമ്മിതമല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന അതേ നിയമം തന്നെയാണ് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ നമുക്കിത് വായിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ഉള്ളിലുള്ളത് എന്ന് മാത്രമാണ് വ്യത്യസ്ത സഭകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് ക്രൈസ്തവരെ വളരണമെങ്കിൽ ഈ ഗ്രീക്കോ റോമൻ പശ്ചാത്തലം ഉണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ഇന്ന് നിങ്ങൾക്ക് എഴുതി തന്ന ആരാണ് ഡെക്കാർത്ത്, ആരാണ് കാന്റ്, ആരാണ് ഹെഗല് എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ എൻട്രി ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ AD 1500 വരെ യൂറോപ്പിലെ സഭ ക്രിസ്ത്യാനികൾ വലിയൊരു പ്രതിസന്ധി, പല പ്രതിസന്ധി ഉണ്ട്. അതിലൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാല് ഒരു ആക്ഷൻ നടത്തുമ്പോ അതിന്റെ ശരി തെറ്റ് തീരുമാനിക്കാനുള്ള അന്തിമ അവകാശം ആർക്കാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഈ ഞങ്ങളുടെ കാത്തലിക് ചർച്ചാണല്ലോ ഡോമിനന്റ് ചർച്ചായിരുന്നത്. അപ്പൊ കാത്തലിക് ചർച്ച് അതിന് കൊടുത്ത ഒരു നിർവചനം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പറയാനായിട്ട്, അന്തിമമായിട്ട് പറയാനായിട്ട് ഒരു വ്യക്തിക്കോ ഒരു ശാസ്ത്രജ്ഞനോ ആർക്കും അറിയില്ല. അതിന്റെ ഫൈനൽ കൺക്ലൂഷൻ നൽകേണ്ടത് സഭയുടെ മജിസ്റ്റീരിയമാണ്. മജിസ്റ്റീരിയം എന്ന് പറഞ്ഞാല് മാർപ്പാപ്പയും മെത്രാന്മാരുടെ തിരുസംഘവും ആണ് ഒരു കാര്യത്തിന്റെ എത്തിക്സിന്റെ, പൊളിറ്റിക്സിന്റെ, മൊറാലിറ്റിയുടെ ഒക്കെ അന്തിമ വിധികർത്താവ്, ഈവൻ ശാസ്ത്രത്തിന്റെ പോലും. അതുകൊണ്ടാണ് കാത്തലിക് ചർച്ചിന്റെ കയ്യിൽ നിന്ന് പല തെറ്റുകളും ചരിത്രത്തില് കടന്നുകൂടിയത്. ആ തെറ്റ് ഇപ്പോ ഒരു 150 വർഷമായിട്ട് അത് തിരിച്ചറിഞ്ഞ് വരുന്നുണ്ട്. അത് കുറേശ്ശെ അതിന് മാപ്പ് ചോദിക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ശരി തെറ്റ് അങ്ങനെയാണ് ഈ സഭകള്, ഓറിയന്റൽ സഭകള്, കിഴക്കിന്റെ സഭകള് പറയുന്നത് മുഴുവൻ തെറ്റാണ് എന്ന ഒരു നിഗമനത്തിൽ എത്തുന്നത്. ഞങ്ങൾ പറയുന്നതിന് അപ്പുറത്തൊരു ശരിയില്ല എന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. അതിന് ആദ്യമായിട്ട് തിയററ്റിക്കലി ചോദ്യം ചെയ്ത ആളാണ് ദെക്കാർത്ത്. ആക്ച്വലി ദെക്കാർത്ത് ഒരു കത്തോലിക്കനാണ്, കത്തോലിക്ക അച്ഛന്മാരുടെ കൂട്ടുകാരനാണ്. പക്ഷെ അദ്ദേഹം എഴുതിയുണ്ടാക്കിയ തിയറി ഒന്ന് ശാസ്ത്രത്തിലെ ഗംഭീര തിയറിയാണ്. അതാണ് അനലിറ്റിക്കൽ ജോമെട്രി. അതാണ് ജോമെട്രിയും ആൾജിബ്രയും തമ്മിൽ ബന്ധിപ്പിച്ച് ഇന്ന് കാണുന്ന സയൻസിന്റെ എല്ലാറ്റിന്റെയും റൂട്ട് അദ്ദേഹത്തിനാണ് കിടക്കണേ. അദ്ദേഹത്തിന് മുമ്പുള്ള ആർക്കും ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജോമെട്രിയും ആൾജിബ്രയും തമ്മിൽ മിക്സ് ചെയ്തു. അതാണ് പിന്നീട് യൂളർ ഡെവലപ്പ് ചെയ്തത്. ഇവര് രണ്ടുപേരും നല്ല ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിന് വേണ്ടി വാദിച്ചിരുന്നവരാണ്. അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിന്റെ അടിത്തറ നൽകിയ രണ്ടാളുകളുടെ പേരാ ഞാൻ പറയണത്. ഇമാജിനറി നമ്പർ കണ്ടുപിടിച്ച യൂളറും ഈ ദെക്കാർത്തും. അപ്പൊ ദെക്കാർത്തിന്റെ ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കിട്ടും. ആളുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്, ആള് പറഞ്ഞു, നിങ്ങൾ എല്ലാ ഉത്തരങ്ങളെയും ഡൗട്ട് ചെയ്യണം. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് കാത്തലിക് ചർച്ച് പിണങ്ങും. എനിക്ക് ഓർത്തഡോക്സ് ചർച്ച് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. കാരണം കാത്തലിക് ചർച്ചിന്റെ ഉള്ളിലെ ഡോഗ്മാസ് സംശയിക്കുന്നത് പാപമാണ്. അപ്പൊ ഡോഗ്മാസ് സംശയിക്കുന്നത് പാപമാണെങ്കിൽ ഈ ദെക്കാർത്ത് പറയണത്, എൻ്റെ ഇവിടുത്തെ പള്ളിയുടെ സ്കൂളില് ഒരു അധ്യാപകൻ എപ്പോഴും ഒരു വാചകം പറയും, മനസ്സിലാകാത്ത കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായതുപോലും മനസ്സിലാകാണ്ടാകും. ഇതാണ് അദ്ദേഹം പറയുക. ഞാൻ ആ വാചകം ഒന്നുകൂടി ആവർത്തിക്കാം. വളരെ സിമ്പിളാണെന്ന് നിങ്ങൾക്ക് തോന്നും. മനസ്സിലാകാത്ത ഒരു കാര്യം നമ്മൾ പറയാണ്, ഓ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ കൃത്യ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള കുറെ കാര്യങ്ങളുണ്ട്.
അതുകൂടി നമ്മുടെ ഇന്ന് കോൺഫ്ലിക്റ്റ് വന്നിട്ട് നഷ്ടപ്പെട്ടു പോകും എന്നതാണ് ഈ 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ കുട്ടികളോട് ഇങ്ങനെ ഒരു തത്വം പോലെ പറഞ്ഞു കൊടുത്തിരുന്നത്. ആ തത്വം ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ പാലിച്ചിട്ടുള്ളതാണ്. കാരണം ബൈബിളിലെ പോലും ഒരു വാചകത്തിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആ ഡൗട്ടുള്ള വാചകത്തിനെ തള്ളിക്കളയില്ല, പക്ഷെ അതിനെ പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യില്ല. എന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ദക്കാർത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മെത്തഡോളജിയിൽ പറഞ്ഞു, ഒന്ന് നമ്മൾ എല്ലാറ്റിനെയും ഡൗട്ട് ചെയ്യണം. ഡൗട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ അന്വേഷിച്ച് ഞാൻ തന്നെ ഉത്തരം കണ്ടെത്തി ഞാൻ തന്നെ അതിന്റെ ശരി തെറ്റ് നിർണയിക്കണം. അപ്പൊ ഇത് ആള് കാത്തലിക് ആയിരുന്ന അച്ഛന്മാരുടെ കൂട്ടാളിക്കായിരുന്നു എന്നുണ്ടെങ്കിലും ഇത് പബ്ലിഷ് ചെയ്ത് വന്നപ്പോ ചർച്ച് പഠിപ്പിച്ചിരുന്നത് അധികാരി ആരാണോ അവനാണ് ശരി തെറ്റ് നിർണയിക്കാന്നാണ്. അപ്പോ നമ്മുടെ ഇടവകയിലാണെങ്കിൽ വികാരിയച്ഛൻ ഡിറ്റർമിൻ ചെയ്യും, രൂപതയിലാണെങ്കിൽ ബിഷപ്പ് ഡിറ്റർമിൻ ചെയ്യും. ഇവിടെ അദ്ദേഹം പറഞ്ഞു ഞാനാണ്, ഓരോ വ്യക്തിയുമാണ് ശരി തെറ്റ് നിർണയിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഓരോ വ്യക്തി ശരി തെറ്റ് നിർണയിച്ചാല് അത് പലതായി പോവില്ലെന്ന്. ഇവിടെയാണ് അദ്ദേഹം പറഞ്ഞത് അതിലൊരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്, അതിൽ നമ്മൾ എത്തിച്ചേരും. പക്ഷെ അതിങ്ങനെ അന്വേഷിക്കണം. അന്വേഷിക്കാതെ നമ്മൾ ഡോഗ്മേനെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഈ തത്വചിന്തകര് കൊടുത്ത പേരാണ് പ്രിജുഡീസ്. അതായത് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നതിന് മുമ്പ് നമ്മൾ ജഡ്ജ്മെന്റ് പാസ്സാക്കി വെച്ചാൽ പിന്നെ നമ്മുടെ അന്വേഷണം നടക്കില്ല. അപ്പൊ ഇവിടെ ഇത് അദ്ദേഹത്തിന്റെ മെത്തഡോളജിയുടെ ഒന്നാമത്തെ സംഭാവനയാണ്. രണ്ടാമത്, ഈ യഥാർത്ഥത്തിൽ മാർട്ടിൻ ലൂതർ എന്തിനു വേണ്ടി വർക്ക് ചെയ്തു? ഞാൻ സത്യം പറഞ്ഞാല് കാത്തലിക് ആണെങ്കിൽ പോലും പ്രൊട്ടസ്റ്റൻസ് ആര് പറഞ്ഞാലും ഞാൻ അത് കേൾക്കും, എന്നിട്ട് അതിൽ ശരിയുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ തള്ളിക്കളയാൻ പാടില്ലേ ഒരിക്കലും ഒരു വിഭാഗം ആളുകള്. അത് സൂക്ഷ്മതയോടെ കേട്ടപ്പോഴാണ് എനിക്ക് ഈ മാർട്ടിൻ ലൂതർ എന്തിനു വേണ്ടിയിട്ടാണ് വാദിച്ചിരുന്നത്. മാർട്ടിൻ ലൂതറിന്റെ വാദത്തിന്റെ പ്രത്യേകത, ഞാൻ ഒരു ലൂതറനിന്ന് കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. നമ്മൾ ഈ റൂസോ ഒരു കാര്യം പറയുന്നുണ്ട്, കോടാനുകോടി മധ്യസ്ഥന്മാരുടെ ബാഹുല്യത്താൽ ഒരു സാധാരണ മനുഷ്യന് ദൈവത്തെ സമീപിക്കാൻ സാധ്യമല്ല. അത് നമ്മളെ കളിയാക്കണതാണ് റൂസോ. കളിയാക്കണതാണെങ്കിൽ പോലും അതിൽ ശരിയുണ്ടെന്നാണ് ഞാൻ ബെനഡിക്ട് 16 ഒരു പുസ്തകത്തിൽ കണ്ടത്. ഇതിന്റെ കാരണം ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ മധ്യസ്ഥനാണ്. ദൈവം ആരാണെന്ന് പറഞ്ഞു തരാനുള്ള മധ്യസ്ഥനാണ് പുരോഹിതൻ. പക്ഷെ യേശു പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നേരിട്ട് നിങ്ങൾ പിതാവിനോട് ചോദിച്ചുകൊള്ളൂ. അപ്പൊ ഇവിടെ ഈ മാർട്ടിൻ ലൂതറിന്റെ, അപ്പൊ കാത്തലിക് ചർച്ചിന്റെ ഘടനയിലാണല്ലോ ഈ യൂറോപ്പ് മുഴുവൻ നിലനിന്നിരുന്നത്. കാത്തലിക് ചർച്ചില് ഇന്നും ഞാനത് നിരന്തരം എൻ്റെ പ്രസംഗങ്ങളില് ഞാൻ പിതാക്കന്മാരോട് പറയുന്നുണ്ട്. എന്താണ് ഞാൻ പറയുന്നത്? തിരുമേനിമാരോട് പറയുന്നത് ഇതാണ്, കാത്തലിക് ചർച്ചിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു കാരണവശാലും വ്യക്തിപരമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നില്ല. പള്ളിയിൽ പോവുക, കുർബാനയിൽ പങ്കെടുക്കുക, ഞങ്ങൾക്ക് സ്വയം ഒരു ദൈവമായിട്ടുള്ള ബന്ധം വ്യക്തിപരമായിട്ട് വളർത്തുന്നില്ല എന്നുള്ളതാണ് കാത്തലിക് ചർച്ചിന് ഇന്നും ഉള്ള പ്രശ്നം. അപ്പോ എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള ആരാധനയുള്ളൂ. ലിറ്റർജി എന്ന് പറയുന്നതിന്റെ, പരിശുദ്ധ ആരാധനയുടെ, ഹോളി ലിറ്റർജിയുടെ എല്ലാ പ്രാർത്ഥനയിലും ഞാനില്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. അപ്പൊ വലിയ ഒരു ത്വാത്വികമായ ഒരു ഡിവിഷനിലേക്കാണ് അത് പോയത്. ഞാനിനെ കംപ്ലീറ്റ് നിഷേധിക്കപ്പെട്ട ഒരു ആത്മീയതയാണ് വളർത്തിക്കൊണ്ടുവന്നത്. മാർട്ടിൻ ലൂതർ അതിനെയാണ് ഏറ്റവും ഫണ്ടമെന്റലി ചോദ്യം ചെയ്തിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ നമ്മള് വേറെ അദ്ദേഹത്തിന്റെ ഇന്റലിജൻസിനെ കുറിച്ചുള്ളതുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും ഒറിജിനൽ കാര്യം ഇതാണ്. അത് ഞാൻ ഒരു ലൂതറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ആളുടെ പേരൊക്കെ ഞാൻ മറന്നു, എന്റെ ലേഖനങ്ങളിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നമ്മൾ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നു. അതെ, ഞാൻ ഒരു വിവാഹം കഴിച്ചു.
ആ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഞാൻ പലരോടും ഈ പെണ്ണ് എങ്ങനെയുണ്ട്, അവളുടെ കുടുംബം എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചു. പക്ഷേ അവര് തന്ന ഇൻഫർമേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ അവളെ വിവാഹം കഴിക്കുകയും അവളുമായിട്ട് ജീവിക്കാൻ തുടങ്ങുകയും അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തപ്പോഴാണ് മറ്റുള്ള ഡിറ്റക്റ്റീവ്സ് എനിക്ക് തന്ന ഇൻഫർമേഷൻസ് മുഴുവൻ വളരെ 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 പരിമിതങ്ങളാണ് എന്ന് മനസ്സിലാവുന്നത്. അതുപോലെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആര് എന്ത് ഇൻഫർമേഷൻസ് തന്നാലും ഞാൻ യേശു ക്രിസ്തുവുമായിട്ട് നേരിട്ട് വ്യക്തിബന്ധം സ്ഥാപിക്കുന്നില്ല എങ്കിൽ എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും മനസ്സിലാകില്ല. ഇതിന്റെ ഒരു ഡിനയില് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പസ്തോലിക് ചർച്ചുകൾക്ക്, ഈ എപ്പിസ്കോപ്പൽ ചർച്ചുകൾക്ക് മുഴുവനുള്ള പ്രതിസന്ധിയാണോ എന്ന് എനിക്കറിയില്ല. ഇതാണ് പിന്നീട് ഈ പ്രൊട്ടസ്റ്റന്റിസത്തിന്റെ റൂട്ടായിട്ട് വന്നത്. അങ്ങനെയാണ് യൂറോപ്പിൽ വ്യാപകമായിട്ട് ആളുകൾ ബൈബിള് വായിക്കാനും നേരിട്ട് മനസ്സിലാക്കാനും നേരിട്ട് പ്രാർത്ഥിക്കാനും പാട്ടുപാടാനും ഒക്കെ തുടങ്ങിയത് ഈ മാർട്ടിൻ ലൂതറിന്റെ റവല്യൂഷനാണ്. അപ്പൊ വ്യക്തി എന്ന ആ യാഥാർത്ഥ്യത്തെ, ഇവിടെയാണ് ദക്കാർത്തിന്റെ ഏറ്റവും ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാല് ദക്കാർത്ത് അങ്ങനെ സ്വയം അന്വേഷിച്ച് ആള് പറഞ്ഞു, ശരിയാണ് എന്ന് പൂർണ്ണമായിട്ടും എനിക്ക് പറയാവുന്ന ഒരു സ്ഥലത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. എന്താണ് ആ സ്ഥലം? നമുക്കറിയാം, പുകയുണ്ടാകണമെങ്കിൽ തീ ഉണ്ടാകണം. അപ്പൊ അത് കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്ക് വരികയാണ്, പ്രെഡിക്കേറ്റിൽ നിന്ന് സബ്ജക്റ്റിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനുണ്ട്. ഐ തിങ്ക്, therefore I exist. അത് വെറുതെ ഞാൻ എന്ന വാക്കല്ല, എന്നിൽ ഞാൻ നിലനിൽക്കുന്നു. അപ്പോ ഞങ്ങളിൽ നിന്ന് വിട്ട് ഞാൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ടെന്നും എനിക്ക് എൻ്റെ സ്വയം പ്രേരിത അവകാശങ്ങളുണ്ടെന്നും ഞാനാണ് ശരി തെറ്റ് തീരുമാനിക്കേണ്ടതെന്നും അതിന്റെ ഈ ഫണ്ടമെന്റൽ പ്രഖ്യാപനാണ് മോഡേണിസം എന്ന് പറയുന്നതിന്റെ ആരംഭം. അപ്പോ മാർട്ടിൻ ലൂതറിന്റെ ഈ വ്യക്തിയും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച്, കാരണം മധ്യസ്ഥന്മാരില്ലാതെ ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തു എന്ന് പറയുന്ന മധ്യസ്ഥനെ ശിരസായി വെച്ച് കഴിഞ്ഞാൽ പിതാവായ ദൈവമായിട്ട് നേരിട്ട് സംസാരിക്കാം എന്ന ഒരു സ്പിരിച്വാലിറ്റി, ആ സ്പിരിച്വാലിറ്റിയുടെ ഡിനയില് നമ്മുടെ സഭകളിലുണ്ട്. അതാണ്, ആ പ്രശ്നത്തെയാണ് യഥാർത്ഥത്തിൽ അവർ അഡ്രസ് ചെയ്തത്. അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയത് എങ്ങനെയാണ്? ഞങ്ങളില്ല, ഞാൻ മാത്രമുള്ള ഒന്നായി. അപ്പോഴാണ് ഇപ്പൊ ഈ പെന്റക്കോസ്റ്റലിസം ഒക്കെ ചെന്നുപെട്ട അപകടം എന്ന് പറയുന്നത്. അപ്പൊ ഓരോരുത്തരും ഞാനായി. അപ്പൊ ഈ ഞാനും ഞങ്ങളും ഒരുമിച്ച് എങ്ങനെ ഫ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ലോകാരംഭം മുതൽ കുടുംബത്തിലെ പ്രശ്നവും സഭയിലെ പ്രശ്നവും സമൂഹത്തിലെ പ്രശ്നവും രാഷ്ട്രത്തിലെ പ്രശ്നവും അതിന്റെ സോളിഡ് ഫൗണ്ടേഷൻ ആണ് ട്രിനിറ്റി. അപ്പൊ ദക്കാർത്തിന്റെ ആ ഫൗണ്ടേഷനെ മാത്രം 100% സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ പ്രതിസന്ധി. പക്ഷെ ആ ദക്കാർത്ത് അന്ന് സമൂഹത്തിലുണ്ടായ ഒരു പ്രശ്നത്തെയാണ് അഡ്രസ് ചെയ്തതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്യാൻ ശ്രമിച്ചാൽ സമൂഹം രക്ഷപ്പെടും. ഇതാണ് ദക്കാർത്തിന്റെ മോഡേണിസം എന്ന് പറയുന്നതിന്റെ മൂന്നാമത്തെ ഒരു ഐഡിയ. അപ്പൊ ഒന്ന്, അധികാരിയല്ല സത്യം നിർണയം, എല്ലാറ്റിനെയും സംശയിക്കണം. അധികാരിയല്ല സത്യം നിർണയിക്കുക, ഞാനാണ് സത്യം നിർണയിക്കുക. 3, ഞാൻ എന്ന് പറയുന്നതുണ്ട്, വെറും ഞങ്ങളല്ല, സൊസൈറ്റി മാത്രമല്ല, ഞാനുണ്ട് എന്നതാണ് അടുത്ത ചിന്ത. 4, അദ്ദേഹം പറഞ്ഞു അറിവ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന്. ഇപ്പൊ എൻ്റെ ഈ അറിവ്, ഞാനാണ് ജഡ്ജ് എന്ന് പറയുമ്പോ ഈ അറിവ് എവിടെ നിന്നുണ്ടാവണത്? അതാണ് അദ്ദേഹത്തിന്റെ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ കിട്ടുന്ന പുസ്തകത്തില് ആർക്കൈക്ക് ലാംഗ്വേജ് ആണ്. ഞാൻ തന്നെ ഒരു 10-200 പ്രാവശ്യം വായിച്ചിട്ടാണ് എനിക്ക് അതിന്റെ അർത്ഥത്തിലേക്ക് ക്രമേണ ദൈവം എന്നെ കടത്തിവിട്ടത്. 4-മതായിട്ട് ആള് ചർച്ച ചെയ്യുന്നത് അറിവ് എങ്ങനെ എന്നിൽ വരുന്നു എന്നാണ്. അപ്പൊ ഈ പ്ലാറ്റോണിക് രീതിയും അരിസ്റ്റോട്ടലിയൻ രീതിയും അറിവിനെ
ഒരു പ്രതിസന്ധി ഉണ്ട്. അറിവ് പൂർണ്ണമായിട്ടും മനുഷ്യന്റെ ഉള്ളിലുണ്ടെന്നും അതുകൊണ്ട് ആ അറിവിനെ റീകളക്ട് ചെയ്താൽ മതി എന്നുമാണ് പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസും പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാ അറിവും നമ്മുടെ ഉള്ളിലുണ്ട്. ഇതാണ് പ്ലാറ്റോയുടെ. അപ്പോ സോക്രട്ടീസ് ഒരു ആട്ടിടയനെ വിളിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ച് പൈതഗോറസിന്റെ തിയറം അദ്ദേഹത്തെ കൊണ്ട് പ്രൂവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പുറമേ നിന്ന് പഠിപ്പിക്കണതല്ല, അകത്തുള്ളതാണെന്നാണ്. അപ്പൊ നമ്മുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ എവിടെയുള്ളതാണ്? അകത്തുള്ളതാണ്. പക്ഷെ അരിസ്റ്റോട്ടിൽ പറഞ്ഞു ഇതെല്ലാം ട്രെയിനിങ് കൊണ്ട് നേടിയെടുക്കുന്നതാണ്. ഈ പ്ലാറ്റോയും അരിസ്റ്റോട്ടിലാണ് ആദ്യം നമ്മുടെ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള ആളുകൾ. ഇവിടെ പലരും നളന്ദ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാലും സെക്കുലർ വിഷയങ്ങള്, തത്വചിന്ത, ഹ്യൂമനിസം, മാത്തമാറ്റിക്സ് ഇതൊക്കെ പഠിപ്പിച്ചിരുന്ന യൂണിവേഴ്സിറ്റി, അക്കാദമി എന്നാണ് അതിന്റെ പ്ലാറ്റോന്റെ യൂണിവേഴ്സിറ്റിയുടെ പേര്. ലൈസിയം എന്നാണ് അരിസ്റ്റോട്ടിലിന്റെ യൂണിവേഴ്സിറ്റിയുടെ പേര്. രണ്ട് അപ്രോച്ചാണ്. അരിസ്റ്റോട്ടിൽ പറയുന്നത് നമ്മൾ വസ്തുക്കളെ ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അതിലുള്ള പൊതു സ്വഭാവത്തെ പുറത്തേക്ക് എടുക്കുക, അങ്ങനെ അറിവിലേക്ക് എത്തിച്ചേരുക. അപ്പൊ നിരീക്ഷണത്തിലൂടെ അതിലുള്ള കോമൺ ഇതിനെ പുറത്തേക്ക് എടുത്തിട്ട് അബ്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ അറിവ് ഉണ്ടാകുന്നത്. അതിനെ സീക്വൻസ് ഉണ്ട്, നമ്മൾ കാണുന്നു, എന്നിട്ട് അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നു. ആ ഇംപ്രഷനെ നമ്മൾ ഒരു കാഴ്ചപ്പാടാക്കി മാറ്റുന്നു. അതിൽ നിന്ന് നമ്മൾ ഇപ്പോ 5 കുരങ്ങൻ + 2 കുരങ്ങൻ = 7 കുരങ്ങൻ. ആ 5 കുരങ്ങൻ + 2 കുരങ്ങൻ = 7 കുരങ്ങൻ എന്നുള്ളതിൽ നിന്ന് 5 ഈ കുരങ്ങൻ എന്നുള്ളത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കിട്ടുന്നതാണ് 5 + 2 = 7. അപ്പോ 5 കുരങ്ങൻ + 2 കുരങ്ങൻ = 7 കുരങ്ങൻ എന്നുള്ളത് കോൺക്രീറ്റ് ആണ്. നമുക്ക് ടച്ച് ചെയ്യാം, നമുക്ക് അനുഭവിക്കാം. അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് കോൺക്രീറ്റ്. 1, 2, 3, 4, 5, 6, 7 എന്ന് പറയുന്നത് തൊടാനും പറ്റില്ല, കാണാനും പറ്റില്ല, അനുഭവിക്കാനും പറ്റില്ല. ഞാൻ ഒരിക്കൽ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു, 1 നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് കാണിച്ചു തരാൻ പറ്റില്ല, അത് അബ്സ്ട്രാക്ട് വേർഡാണ്. 2 നിങ്ങൾക്ക് 2 വിരല് കാണിക്കാം, 2 മിഠായി കാണിക്കാം, 2 പൂവ് കാണിക്കാം, 2 പുസ്തകം കാണിക്കാം, 2 മനുഷ്യനെ കാണിക്കാം, ഇതൊക്കെ കാണിക്കാം. പക്ഷെ 2 കാണിച്ചു തരാൻ പറ്റില്ല, 1 കാണിച്ചു തരാൻ പറ്റില്ല. അത് മനുഷ്യൻ ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അരിസ്റ്റോട്ടിലിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ശരിക്ക് എംപിരിക്കൽ സയൻസ് ഡെവലപ്പ് ചെയ്തു വരുന്നത് അരിസ്റ്റോട്ടിലിയൻ മെത്തേഡ് അനുസരിച്ചിട്ട്. ആദിമ സഭാപിതാക്കള് 99% പിന്തുടർന്നത് സോക്രട്ടീസിനെയും പ്ലാറ്റോനെയാണ്. ഉള്ളില് ദൈവത്തിന്റെ നിയമമുണ്ട്, ഉള്ളില് എല്ലാ അറിവുണ്ട്. പക്ഷേ പ്ലാറ്റോണിക് ഈ 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ടായപ്പോ ഈ മുസ്ലിം പണ്ഡിതന്മാര് ഈ വാദത്തിനെ ഒബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? സെന്റ് തോമസ് അക്വീനാസ് നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞ് അരിസ്റ്റോട്ടിലിൽ പോയി പെട്ടു. സെന്റ് തോമസ് അക്വീനാസിന്റെ സുമ്മാ തിയോളജിക്ക് വായിക്കാൻ ഭയങ്കര വിഷമാണ്. അതിലെ ആള് ഫിലോസഫർ എന്ന് എഴുതുന്ന കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അരിസ്റ്റോട്ടിൽ എന്നാണ്. അപ്പൊ അരിസ്റ്റോട്ടിൽ പറയുന്നത് നമ്മൾ ഒബ്സർവേഷനിൽ നിന്ന് പൊതുവായിട്ടുള്ളത് അബ്സ്ട്രാക്ട് ചെയ്തെടുത്ത് നമുക്ക് കിട്ടുന്നതിനെയാണ് ലോ എന്ന് പറയുക. എന്നാൽ പ്ലാറ്റോണിക് ഇതില് അറിവ് ഉള്ളിലുണ്ട്. നമ്മൾ ഡിഡക്ഷനിലൂടെ, അരിസ്റ്റോട്ടിലിന്റെ രീതിനെ പറയാ ഇൻഡക്ഷൻ എന്നാണ്, പ്ലാറ്റോന്റെ രീതിനെ പറയാ ഡിഡക്ഷൻ എന്നാണ്. ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണു, കൺസിസ്റ്റന്റ് ആയിട്ട് ആർഗ്യൂ ചെയ്യണു, എന്നിട്ട് കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു. എല്ലാ മനുഷ്യരും മരിക്കും. രാമൻ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് രാമൻ മരിക്കും. ഇതാണ് ബേസിക് ലോജിക്കിന്റെ സ്ട്രക്ചർ പ്ലാറ്റോ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. എന്നാൽ അരിസ്റ്റോട്ടില് നേരെ ഓപ്പോസിറ്റ് ആണ്. കുറെ കിളികളെ കാണുന്നു, അതില് ചില കിളികൾക്ക് ഇന്ന സ്വഭാവം, ചിലതിന് ഇന്ന സ്വഭാവം,
അപ്പൊ അതിനെ വർഗീകരിക്കുന്നു. കാറ്റഗറി എന്നൊക്കെ പറഞ്ഞാൽ അത് 8 ഗുണങ്ങളൊക്കെ, ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഗുണങ്ങളെ കുറിച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ആദ്യം സയൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ല, എന്താണ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിവിങ് തിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്? ലിവിങ് തിങ്സ് ബ്രീത്ത്, നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ബ്രീത്ത്. ലിവിങ് തിങ്സ് ഗ്രോ, നോൺ ലിവിങ് തിങ്സ് നെവർ ഗ്രോ. ലിവിങ് തിങ്സ് ഹാവ് യങ് വൺസ്, നോൺ ലിവിങ് തിങ്സ് ഡസ് നോട്ട് ഹാവ് എനി യങ് വൺസ് എന്ന് പറഞ്ഞ് നമ്മള് ഈ കാറ്റഗറി ഉണ്ടാക്കുകയാണ്, ലിവിങ് തിങ്ങും നോൺ ലിവിങ് തിങ്ങും. അങ്ങനെ കാറ്റഗറീസ് ആദ്യം ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് അരിസ്റ്റോട്ടിൽ. അപ്പൊ തോമസ് അക്വിനാസിൽ വന്നപ്പോ അരിസ്റ്റോട്ടിലിയൻ പ്രിൻസിപ്പിളായി പരിശീലനം കൊണ്ടാണ് ഒരാളില് നല്ല ഗുണം വരിക എന്ന് എഴുതി വെച്ചു. അപ്പോ എന്നെ സീറോ മലബാർ സഭ വിളിച്ചിരുന്നു. എന്താണ് സെമിനാരി പരിശീലനത്തിൽ വരുത്തേണ്ട മാറ്റം? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് ഇതാണ്: അറിവ് പുറമേ നിന്ന് കൊടുക്കുന്നതാണെന്നുള്ള അരിസ്റ്റോട്ടിലിയൻ പ്രിൻസിപ്പിളാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് പിന്തുടരുന്നത്. അറിവ് ഇന്നേറ്റ് ആണ്, ഉള്ളിലുണ്ടെന്നുള്ള പ്ലാറ്റോന്റെ പ്രിൻസിപ്പിളിനെ നമ്മൾ ഡിനൈ ചെയ്തു. അതുകൊണ്ട് അരിസ്റ്റോട്ടിലിയൻ പ്രിൻസിപ്പിളിൽ മാത്രം, പരിശീലനം കൊണ്ട് മാത്രം നല്ല സ്വഭാവം ഒരാളിൽ വരില്ല, അത് ഉള്ളിലുള്ളതിനെ ഡെവലപ്പ് ചെയ്യണം എന്നാണ് ഞാൻ കൊടുത്ത മറുപടി. ആ മറുപടി കൊടുക്കാൻ, അത് എഡ്യൂക്കേഷന്റെ പ്രിൻസിപ്പിളാണത്. ആ പ്രിൻസിപ്പിളിലേക്ക് ലോകം എങ്ങനെ എത്തിച്ചേർന്നു? ആ ലോകം എത്തിച്ചേർന്നത് ഈ പ്ലാറ്റോനെ അതേപടി സ്വീകരിക്കുകയാണ് ആര് ചെയ്യണത്? ദെക്കാർത്ത് ചെയ്യണത്. അതാണ് അദ്ദേഹത്തിന്റെ 4ാമത്തെ. അതിനെ വിളിക്കുന്ന പേരാണ് റാഷണലിസം, യുക്തി കൊണ്ട് കണ്ടെത്തുക. ഇതാണ് റാഷണലിസം എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ഡൗട്ട് ചെയ്യണം, എന്നിട്ട് ഉറപ്പുള്ള അടിത്തറയിൽ എത്തണം. 2, ഞാൻ എന്നതാണ് എൻ്റെ ഏറ്റവും ഉറപ്പുള്ള അടിത്തറ. 3, നാലാമത്തെ ഞാൻ പറഞ്ഞ ഇന്നേറ്റ് പ്രിൻസിപ്പിൾ ഉണ്ട്. 3ാമത്തെ എൻ്റെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയി. ഞാൻ വീണ്ടും ഇതൊക്കെ വീണ്ടും ഓർത്തെടുക്കണം. ഞാൻ അത് തുടരുകയാണ് കേട്ടാ. അങ്ങനെ 4 വ്യക്തി, 1 ഡൗട്ട് ചെയ്യുക, 2 4ാമത്തെയാണ് ഞാനിപ്പോ പറഞ്ഞ ഇന്നേറ്റ് ഉണ്ടെന്ന്. അതിന് മുമ്പ് ഒരെണ്ണം പറഞ്ഞിരുന്നു, വീണ്ടും ഒന്ന് ഞാൻ ഓർത്തെടുക്കേണ്ടി വരും. അപ്പോ ഇത് വന്നപ്പോഴാണ്, ഇന്നേറ്റ് ഐഡിയാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഡേവിഡ് ഹ്യൂം അതിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാണ്. അങ്ങനെ ബുദ്ധി കൊണ്ട് സൃഷ്ടിക്കാവുന്ന ഒരു അറിവ്, റാഷണലിസം ഇല്ല. അറിവ് മുഴുവൻ പുറത്തുനിന്ന് വരുന്നതാണ്. അതാണ് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ. അറിവ് എങ്ങനെ ഉണ്ടാവുന്നു? നമ്മൾ ആദ്യം കാണുന്നു, ആ കണ്ട അറിവ് 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പതിക്കുന്നു. ആ പതിച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളതിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു, അതിനെ കാറ്റഗറി ആയിട്ട് നമ്മൾ മാറ്റുന്നു, എന്നിട്ട് വീണ്ടും ലോകത്തെ നാം കാണുന്നു. ഇതാണ് എംപിരിസിസം. യുക്തിവാദികള്, റാഷണലിസ്റ്റുകൾ പറയുന്നത് അറിവുള്ളിലുണ്ട്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട്, ഞാൻ പറഞ്ഞില്ലേ, പ്രിൻസിപ്പിൾ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ ഉപയോഗിച്ച് ചിന്തിച്ച് കൊഹിറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിവ് തന്നെത്താൻ വികസിക്കും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്, ഈ ദെക്കാർത്ത് പറഞ്ഞത്. അപ്പൊ ഡേവിഡ് ഹ്യൂമും ദെക്കാർത്തും 2 ക്യാമ്പിലായി. ആ സമയത്താണ് ഇമ്മാനുവൽ കാന്റ് വന്നിട്ട് ഒരു നിർണായകമായ ഒരു ബുക്ക് എഴുതുകയാണ്. ആ ബുക്കിന്റെ പേരാണ് ക്രിറ്റിക് ഓഫ് പ്യുവർ റീസൺ. ക്രിറ്റിക് ഓഫ് പ്യുവർ റീസൺ എന്ന് പറഞ്ഞാല് അനുഭവങ്ങളുടെ പിൻബലമില്ലാതെ അറിവുണ്ട് എന്നതാണ് ദെക്കാർത്തിന്റെ വാദം, പ്ലാറ്റോന്റെ വാദം. നമുക്ക് അനുഭവം വേണ്ട, അറിവ് ഉള്ളിൽ നിന്ന് വരുന്നു. അരിസ്റ്റോട്ടലിന്റെ വാദം ഞാൻ നേരത്തെ പറഞ്ഞു, അനുഭവത്തിൽ നിന്നും ഒബ്സർവേഷനിൽ നിന്നും ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് അറിവ് വരുന്നതെന്ന്. ഇത് 2 ക്യാമ്പായിട്ട് മാറിയപ്പോ ഈ ദെക്കാർത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് ലെബനീസ്, ന്യൂട്ടൺ മുതലായ ഈ നമ്മുടെ ഗലീലിയോ ഗലീലി. അവരൊക്കെ ഒറിജിനലി
ഇദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന ആളുകളാണ്. കാരണം ഗലീലിയോയുടെ പ്രിൻസിപ്പിളൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിളായിട്ട് ബന്ധമുണ്ട്, ഈ റാഷണലിസം. അപ്പോഴാണ് ഇമ്മാനുവൽ കാന്റ് പറഞ്ഞത്, ഉള്ളിലുള്ള പ്രിൻസിപ്പിളും പുറത്തുനിന്നുള്ള പ്രിൻസിപ്പിളും ഒരുമിച്ച് ചേർത്തിട്ടാണ് അറിവ് നമ്മിൽ വളരുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ക്രിട്ടിക് ഓഫ് യുവർ റീസണിലെ എൻ്റയർ ആർഗ്യുമെന്റ്. അതിൽ 800 പേജ് ഉണ്ട്. ഈ 800 പേജില് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുകയാണ്. കാരണം അദ്ദേഹം പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു 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 പഞ്ചസാര ഒരു നിശ്ചിത അളവെടുത്തു. ആ അളവെടുത്തു കഴിഞ്ഞാൽ നമ്മൾ 1 കിലോ എന്ന് നമ്മൾ പറയുന്നു. 1 കിലോ പഞ്ചസാര. ഈ കിലോ എവിടെ നിന്നാണ് കിട്ടിയത്? ഇതാണ് ചോദ്യം. ഈ കിലോ എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് ആണ്. ഹീറ്റ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. ഹീറ്റ് എന്ന് പറയുന്നത് അനുഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിന്റെ അളവാണ്. അപ്പൊ ഈ അളവ് എവിടെ നിന്നുണ്ടായത്? അപ്പോ ഇമ്മാനുവൽ കാന്റ് പറഞ്ഞു, മനുഷ്യൻ എന്നൊരു കാറ്റഗറി ബുദ്ധിയിൽ ഉണ്ടാക്കണം, എന്നിട്ട് മനുഷ്യനെ കാണണം. അപ്പൊ അകത്തുള്ള അറിവും പുറത്തുള്ള അറിവും കൂടിച്ചേരുമ്പോഴാണ് യഥാർത്ഥ അറിവുണ്ടാവുക എന്നതാണ് ഇമ്മാനുവൽ കാന്റിന്റെ ഒന്നാമത്തെ നിരീക്ഷണം. അതനുസരിച്ചിട്ടാണ് ഇന്ന് ഇപ്പൊ ഞാൻ ഡോക്ടറേറ്റ് തിസിസ് എഴുതിയിട്ടുള്ളത് പോലെ ഒറിജിനലി ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാണ്? ഇപ്പൊ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുകയാണ്. ശരിക്കും ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളിൽ എന്ത് സംഭവിക്കണം? ഈ ദക്കാർത്ത് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു വള്ളിച്ചെടി ഒരു മരത്തുമ്മ നിന്നിട്ടാണ് വളരുന്നതെങ്കിൽ ഈ വള്ളിച്ചെടിക്ക് മരത്തിനേക്കാൾ വലിപ്പത്തിൽ വളരാൻ കഴിയില്ല. അതാണ് ദക്കാർത്ത് ഉപയോഗിക്കുന്ന ഉദാഹരണം. അതുകൊണ്ട് നിങ്ങൾ അധികാരികളെയോ വല്ല വ്യക്തികളെയോ ചാരി നിന്നിട്ടാണ്, നിങ്ങൾ എന്നെ ചാരി നിന്നിട്ടാണ് പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ എന്നേക്കാൾ വലുതാകില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എൻ്റെ ഒപ്പാവണമെന്നല്ല. പണ്ട് ചെറുപ്പത്തിലെ ഒരു പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അച്ഛനോളം വലുതാകണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. ഞാൻ അതിനെ മാറ്റിയിട്ട് ഇങ്ങനെയാണ് പറയണത്, ഞാൻ എൻ്റെ മക്കളെയും വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്നു, എന്നേക്കാൾ അവർ വലുതാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ദക്കാർത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത്, ഈ ഒരു ചെടിയുമേ ചാരി നിർത്തി കഴിഞ്ഞാൽ, ഇപ്പൊ കുരുമുളക് കവുങ്ങിൽ ചാരി വളരുമ്പോ കവുങ്ങിനേക്കാൾ അപ്പുറത്ത് കുരുമുളക് വള്ളിക്ക് വളരാൻ പറ്റില്ല. അതുകൊണ്ട് ഇമ്മാനുവൽ കാന്റ് പറഞ്ഞു, ഒന്ന് ഇതിന്റെ ഫ്യൂഷൻ വേണം, 2 അവൻ സ്വയം വളരണം, അറിവിന് വേണ്ടി സ്വയം ദാഹിക്കുക അവന്റെ ഉള്ളിൽ നിന്ന് വരണം. ഫ്രീഡം എന്ന് പറയുന്നത് എല്ലാ മൊറാലിറ്റിയും അകത്തുനിന്ന് വരുന്നു. ഇനി സൗന്ദര്യം എന്താണ് എന്നതാണ് പിന്നീട് അവര് ചർച്ച ചെയ്തത്. എയ്സ്തെറ്റിക്സ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ആ എയ്സ്തെറ്റിക്സ് അറിഞ്ഞാലാണ് ദേവാലയത്തിന്റെ അർത്ഥം അറിയുള്ളൂ. ശരിക്ക് ഈ പെന്തക്കോസ്തക്കാർക്ക് പറ്റിയിട്ടുള്ള അപകടങ്ങളിൽ ഒന്ന്, അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ദേവാലയം എന്തിനാണെന്ന്. ദേവാലയത്തിൽ അവര് ദൈവത്തിന്റെ സാന്നിധ്യം കാണുന്നില്ല. അവര് അതിന് പകരം അസംബ്ലി ഹാൾ എന്നാണ്, നമ്മൾ കൂടിച്ചേരുന്ന സ്ഥലം. പക്ഷെ എല്ലാ അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭകളും പറയുന്നത് ദേവാലയത്തില് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന്. അപ്പോ നമുക്കൊരു കൺഫ്യൂഷൻ വരും. എന്താണ്? പരിശുദ്ധാത്മാവ് വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ ആരാണ് ദേവാലയം? അപ്പോ മലയാളത്തിലൊരു പാട്ടുണ്ട്, ഹൃദയം ഒരു ദേവാലയം, അവിടെ പൂജാരി ഇല്ല, ശ്രീവേലി ഇല്ല, ഒന്നുമില്ല, എൻ്റെ അകത്താണ് ദൈവം ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ എസ്തെറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിലൂടെ, എസ്തെറ്റിക്സ് എന്ന വാക്കിന്റെ ഗ്രീക്ക് വാക്കിന്റെ നേരിട്ടുള്ള അർത്ഥം ഇന്ദ്രിയാനുഭൂതിപരമായ എന്നാണ്. ഇന്ദ്രിയ അനുഭൂതിപരമായ ഒരു തിയറിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാവുന്ന വിധത്തിലാക്കുന്നതിന് പറയുന്ന പേരാണ്
അതിന്റെ പേരാണ് ഈസ്തെറ്റിക്സ്. നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയണം. അപ്പൊ എല്ലാ സാക്രമെന്റ്സും എന്ന് പറയുന്നത് ഈസ്തെറ്റിക്സ് ആണ്. അപ്പൊ എന്താണ് മാമുദീസ, എന്താണ് സ്ഥൈര്യലേപനം, എന്താണ് വിശുദ്ധ കുർബാന? ഓൺലി ത്രൂ ദാറ്റ് സിമ്പിൾ വി ക്യാൻ റിയലൈസ് ദാറ്റ്. അപ്പോ ദേവാലയം എന്ന് പറയുന്നത് ഞാൻ ദേവാലയമാണ്. പക്ഷെ ഞാൻ ദേവാലയമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ മുമ്പിൽ ഒരു ദേവാലയം കാണുമ്പോഴാണ്, ആ ദേവാലയത്തിൽ ഞാൻ പോകുമ്പോഴാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് അനേകം തെറ്റുകളിലേക്ക് നിങ്ങൾ വീണു പോകും. അതാണ് യൂറോപ്പിൽ പിന്നെ ധാരാളം കൺഫ്യൂഷൻസ് ഉണ്ടായത്. അപ്പൊ യഥാർത്ഥത്തില് ദേവാലയം യഥാർത്ഥത്തില് എനിക്ക് എന്നെ തന്നെ ഓർമ്മപ്പെടുത്തി തരുന്നതാണ്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? എൻ്റെ ഉള്ളിലുള്ളതാണ്. കുടുംബം എന്താണ്? എൻ്റെ ഉള്ളിലുള്ളത് ആണ്. രാഷ്ട്രം എന്താണ്? ഒരു നാളികേരത്തിന്റെ ഉള്ളിൽ നിന്ന് തെങ്ങ് വലുതായി വരുന്നത് പോലെ ഓരോ മനുഷ്യന്റെ ഉള്ളിൽ നിന്നും വളർന്നു വന്നിട്ടുള്ളതാണ് ഇതൊക്കെ. അതുപോലെ ദേവാലയവും ഞാനും, ആ ദേവാലയമാണ് ഞാൻ ദേവാലയമാണെന്ന് എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ പുരോഹിതനാണ് ഞാൻ പുരോഹിതനാണെന്ന് എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ കാരണം ഞാൻ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനാണെന്ന് എനിക്ക് തന്നെ കാണുകയാണ് ഞാൻ. അപ്പോഴാണ് ഞാൻ കോണ്ടംപ്ലേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് ഈസ്റ്റേൺ ഓറിയന്റൽ പാരമ്പര്യങ്ങളിൽ കിടക്കുന്ന എല്ലാ സഭകളുടെയും ആരാധന നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, അനേകം അടയാളങ്ങളും പ്രതീകങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവാലയത്തിലെ വിരി, അല്ലെങ്കിൽ മണിയടി, അല്ലെങ്കിൽ നമ്മൾ കുമ്പിടുന്നത്, എവരിതിങ് സിംബോളിക് ആണ് എല്ലാം. കാരണം അതിലെ ബഹുമുഖ അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് ചരിത്രത്തിലൂടെ അനുഭവിച്ച് നമ്മൾ അർത്ഥത്തിന്റെ പൂർണ്ണതയിലേക്ക് ഓരോരുത്തരും ഇങ്ങനെ ആ പൂർണ്ണതയിലേക്ക് വളരുകയാണ്. ഒരേ പൂർണ്ണതയിലേക്കാണ് വളരുന്നത് എങ്കിൽ പോലും നമ്മുടെ മനസ്സിലാക്കലിന്റെ ലെവലില് വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് കൂടി, അതായത് ഇത് ഡയറക്റ്റായിട്ട് ഇമ്മാനുവൽ കാന്റ് പറയുന്നില്ല. അപ്പൊ ഇമ്മാനുവൽ കാന്റിന്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത് ഇന്നേറ്റ് ഐഡിയയും ബാഹ്യ ഐഡിയയും ഒരുമിച്ച് ചേരുമ്പോഴാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അടുപ്പിൽ തീ എങ്ങനെയാണ് കത്തുന്നത്? വിറക് അവിടെയുണ്ട്, പക്ഷെ നമ്മൾ പുറമേ നിന്ന് തീ കൊണ്ടുവന്നിട്ട് ആ വിറകുമ്മ തൊടിയിക്കണം. എന്നിട്ട് ഒരിക്കൽ ഞാൻ ക്ലാസ്സിൽ കുട്ടികളോട് ചോദിച്ചു, വിറക് കത്തുമ്പോൾ തീ വരുന്നത് പുറത്തു നിന്നാണോ അകത്തു നിന്നാണോ? പ്രിയമുള്ളവരെ, ഇത് ഫെയ്ദോ എന്ന ബുക്കില് പ്ലാറ്റോ ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്. ഒരു വീണയുടെ കമ്പിയമേ നമ്മള് കൈകൊണ്ട് കാണിക്കുമ്പോ സ്വരം വരുന്നത് കയ്യിൽ നിന്നാണോ വീണയിൽ നിന്നാണോ? ഇതാണ് പ്ലാറ്റോന്റെ ഉദാഹരണം. കൈയാണോ സ്വരം ഉണ്ടാക്കണത്, കമ്പിയാണോ സ്വരം ഉണ്ടാക്കണത്? അവര് ഇതൊക്കെ ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ കുട്ടികളോട് ചോദിച്ചത്, അപ്പോ ഒരു കുട്ടി എന്നോട് കറക്റ്റ് ഉത്തരം പറഞ്ഞു, ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് വിറകിന്റെ ഉള്ളിലിരിക്കുന്നതാണ്. തീയെ പുറമേ നിന്ന് കൊണ്ടുവരുമ്പോൾ ലേറ്റന്റ് ഹീറ്റിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുമ്പോഴാണ് ഈ വിറക് കത്തുന്നതെന്ന്. അതുപോലെ ഇമ്മാനുവൽ കാന്റിന്റെ ഫ്യൂഷൻ ഇവിടെയാണ്. അദ്ദേഹം പിന്നെ പറഞ്ഞത് ഈ ദക്കാർത്തിന്റെ പ്രിൻസിപ്പിൾ തന്നെ ഡെവലപ്പ് ചെയ്യാണ്. വാട്ട് ഈസ് ഫ്രീഡം? എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഐഡിയ ഞാൻ പിന്തുടരുന്നതാണ് ഫ്രീഡം. ഇത് വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആ കൺഫ്യൂഷനിലേക്കൊന്നും വരുന്നില്ല. അപ്പൊ തോന്നുന്നത് മുഴുവൻ ചെയ്യണോ എന്നതാക്കി മാറ്റി. അതിനെ വിളിക്കുന്ന പേരാണ് കാപ്രിസ്. അപ്പൊ ഇമ്മാനുവൽ കാന്റ് അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സൽസ് കണ്ടെത്തും. ആ യൂണിവേഴ്സൽസ് ആണ് നിയമമാക്കി മാറ്റേണ്ടത്. അപ്പൊ ഉള്ളില് കണ്ടെത്തുന്ന യൂണിവേഴ്സൽ, പൊതുവായത്, അതിനെ ആണ് നിയമമാക്കി മാറ്റേണ്ടത്. അതാണ് എത്തിക്സിന്റെ അടിത്തറ എന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഇമ്മാനുവൽ കാന്റിന്റെ കോൺട്രിബ്യൂഷൻ. നെക്സ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ ഏറ്റവും അധികം
റവല്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ഹെയ്ഗല്. അപ്പോ അത് ജർമ്മൻ ഐഡിയലിസത്തിലേക്ക് ആണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. നമുക്കിനി 15 മിനിറ്റ് കൂടി ഞാൻ ഉപയോഗിക്കാം. ഈ ജർമ്മൻ ഐഡിയലിസം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? പുറത്തൊരു കണ്ണാടിയുണ്ട്, ഞാൻ ഒരു കണ്ണാടിയിലേക്ക് എന്നെ നോക്കുമ്പോൾ ഞാൻ കാണുന്നു. അതുപോലെ ചിന്ത എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള കണ്ണാടിയില് എൻ്റെ തന്നെ റിഫ്ലക്ഷൻ ഞാൻ കണ്ട് ധ്യാനിക്കുന്നതാണ് ചിന്ത. അതായത് പുറമേയുള്ള കണ്ണാടിയിൽ എനിക്ക് മുഖം നോക്കുന്നത് പോലെ എൻ്റെ അകത്തുള്ള ഒരു കണ്ണാടിയിൽ ഞാൻ എന്നെ തന്നെ കാണുകയാണ്. എന്നിട്ട് ഞാൻ ഇതിനെ നോക്കിയിരിക്കുകയാണ്. അതാണ് ചിന്ത എന്ന് പറയുന്നതെന്ന് ഹെഗൽ ഹെഗലല്ല ഡിഫൈൻ ചെയ്യണത്, അത് ഹെഗലിന് മുൻപ് ഇവർ ഡിഫൈൻ ചെയ്തെത്താണ്. എന്നിട്ട് അടുത്ത ചോദ്യം ഇതാണ്, ഈ അരിസ്റ്റോട്ടില്, പ്ലാറ്റോ ഒക്കെ ബീയിങ് എന്ന പദത്തെ നിർവചിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണ് ബീയിങ്? ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെയുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് പാസ്റ്റും ഇല്ല ഫ്യൂച്ചറും ഇല്ല. പാസ്റ്റും ഫ്യൂച്ചറും അല്ലാതെ ബാക്കി പിന്നെ എന്താ ഉള്ളത്? അതിനുള്ളത് ഈസാണ്. ഈസ്, അതിന് ആകുന്നു എന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. അപ്പോ സർക്കിളിന് 360 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ ഇന്നലെ അത് 359, നാളെ 361 പറഞ്ഞാല് അതിനെന്തുണ്ട്? വാസുണ്ട്, വില്ലുണ്ട്. എന്നാൽ ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഫിലോസഫിക്കലി അതിന് പറയുന്ന പേരാണ്, അതിന് ഫ്യൂച്ചറും ഇല്ല പാസ്റ്റും ഇല്ല, അതിനുള്ളത് ആകുന്നു എന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ, ഈസ്. അങ്ങനെയുള്ള ഈസിനെ വിളിച്ചിരുന്ന പേരാണ്, ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷയിൽ അറിയാലോ, ഈസ്, ആറ്, വാസ്, വേറ് ഒക്കെ ബീയിങ് എന്ന പദത്തിന്റെ വ്യത്യസ്ത ഇതുകളാണ്. ബീയിങ്, ആകുന്നു. ഇതിനെയാണ് സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാല് കർത്താവ്. അപ്പൊ അങ്ങനെ വസ്തുക്കളുടെ ഉള്ളിൽ ഒരു ഈസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ മാറ്റമില്ല, അതിന് ചിന്തയില്ല. ചിന്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ജർമ്മൻ ഐഡിയലിസ്റ്റുകള്, ഗദ്ദെ ഒക്കെ അതിൽ പെടും. അവരെന്ത് ചെയ്തെന്ന് വെച്ചാല് അവര് പറഞ്ഞു ബീയിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ അകത്ത് ചിന്തയുണ്ടെന്നാണ്. അപ്പൊ അവര് പറഞ്ഞു പ്രകൃതി ഉണ്ടാകുന്നത് തന്നെ പ്രകൃതി ഈ എൻ്റെ ഉള്ളിലുള്ള ഈ പെയറിങ് ഉണ്ടല്ലോ, ഈ ചിന്ത, അത് എനിക്കല്ല ആദ്യമായിട്ടുണ്ടായത്. ഇവിടുത്തെ ഈ യൂണിവേഴ്സിന് എന്തുണ്ട്? ഒരു ചിന്തയുണ്ട്. അത് ഇവോൾവ് ചെയ്ത് അതിന്റെ ക്ലൈമാക്സ് എത്തിയപ്പോ മനുഷ്യനില് യൂണിവേഴ്സിന്റെ ചിന്ത പകർന്നു കിട്ടിയതാണെന്ന് പറയുന്നതാണ് ജർമ്മൻ ഐഡിയലിസത്തിലെ റൊമാൻറ്റിസിസത്തിന്റെ ഏറ്റവും അടിത്തറ. അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രകൃതി ശക്തികളും ആരായിട്ട് മാറി? വ്യക്തികളായിട്ട് മാറി. ചിന്തിക്കുന്നതൊക്കെ ആരാണ്? വ്യക്തികളാണ്. അതാണ് റൊമാൻറ്റിസിസം, കാൽപ്പനികത. അപ്പൊ നമ്മൾ കേരളത്തിലെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം. ഇവിടെ പൂന്തേനരുവിനെ എന്താക്കി മാറ്റി? ഒരു വ്യക്തിയാക്കി മാറ്റി. അപ്പൊ ഇത് ഒറിജിനലി ഓൾഡ് പാന്തയിസമാണ്. അപ്പോ ഗദ്ദയിലൂടെയും ഫിച്ചെ എന്ന് പറയുന്ന ചിന്തകനിലൂടെയും, അപ്പൊ ഫിച്ചെ, ഗദ്ദെ, ഹെഗല്, ഇവര് മൂന്നും ചേർന്നാണ് ജർമ്മൻ ഐഡിയലിസത്തിന്റെ വക്താക്കള്. അപ്പൊ ഇവിടെ പ്രകൃതിക്ക് തന്നെ ചിന്തയുണ്ടെന്നുള്ള വാദത്തിൽ ഇവര് ചെന്നുപെട്ടു. എന്നിട്ട് അവര് എഴുതുന്ന എല്ലാ കവിതകളും എല്ലാ പ്രയോഗങ്ങളും അങ്ങനെയാണ്
ഇപ്പോ വേർഡ്സ്വർത്ത് അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ പ്രകൃതിനെയാണ് വ്യക്തിയായിട്ട് കണ്ട് വർണ്ണിക്കുന്നത്. മലയാളത്തിൽ വയലാറിന്റെ അനേകം ഗാനങ്ങളുണ്ട്. ഇപ്പൊ ഓർത്ത ഒരു ഗാനം ഞാൻ പാടിയെന്ന് മാത്രമേ ഉള്ളൂ, കാരണം നിങ്ങൾക്ക് അത് ഫെമിലിയർ ആയതുകൊണ്ട്. അപ്പോ ഈ ഒരു ഐഡിയയില് ഹെഗല് പിന്നെ എന്ത് ചെയ്തു? ഹെഗലിന് മനസ്സിലായി ഇത് അദ്ദേഹം വന്നിട്ട് ഈ ഡയലക്റ്റിക്സ് എന്ന പ്രിൻസിപ്പിളിലേക്ക് ഹെഗല് പോവാണ്. ഒന്നാമതായിട്ട്, അതായത് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത് ഒരു ചെടിയുടെ ഉദാഹരണം അദ്ദേഹം പറയാണ്. ചെടിയുടെ ഉദാഹരണം, ഒരു വിത്ത് എന്ത് ചെയ്യണു? ഇല്ലാതാകുന്നു. ബീയിങ്, ഒരു വിത്താണ് ബീയിങ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ഈ വിത്ത് കാണാനില്ല, ഒരു ചെടി നിൽക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ചെടി കാണാനില്ല, മരം നിൽക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ആ മരത്തുമ്മേ കായ്കൾ നിൽക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ഈ മരം പോയിട്ട് കായകൾ ചെടികളായിട്ട് വളരുന്നു. അപ്പോ ഉദാഹരണം ഒന്ന് പരിശോധിച്ച് നോക്കി. ആദ്യമുള്ള വിത്തിനെ പറയുന്നതാണ് ബീയിങ്. ആ ബീയിങ് ഇല്ലാതായി പുതിയൊരു ബീയിങ് വരുന്നു. അപ്പോ വിത്തുള്ളപ്പോ ചെടിയില്ല, വിത്തുള്ളപ്പോ ചെടിയില്ല. ചെടിയായി കഴിഞ്ഞാൽ പിന്നെ വിത്തില്ല. അപ്പൊ വിത്തിനകത്ത് തന്നെ ബീയിങ് ഉണ്ട്, നോൺ ബീയിങ് ഉണ്ട്. ബീയിങ് ഇല്ലാതായി നോൺ ബീയിങ് ബീയിങ് ആയിട്ട് മാറും. പിന്നീട് ആ ചെടി ഇല്ലാതായി പുതിയ മരമായിട്ട് മാറുന്നു. അപ്പൊ ചെടിയുടെ അകത്തുള്ള നോൺ ബീയിങ് ആണ് മരം. അപ്പൊ ചെടിനെ നെഗേറ്റ് ചെയ്യണു, മരമായിട്ട് വളരുന്നു. മരത്തിന്റെ അകത്തുള്ളതാണ് പൂവ്, പൂവിനകത്തുള്ളതാണ് കായ. പൂവില്ലാതാകുന്നു, കായ വരുന്നു. അപ്പോ ഈ ബീയിങ്ങില് പെയർഡാണ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു. ബീയിങ് ഒരേ സമയം ബീയിങ്ങും നോൺ ബീയിങ്ങും ആണ്. അതായത് ഒരു യാഥാർത്ഥ്യം ഒരേ സമയം ആ യാഥാർത്ഥ്യമാണ്, അതേസമയം ആ യാഥാർത്ഥ്യമല്ല എന്ന്. അതാണ് യേശു ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഈ ഹെഗൽ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്നത് മുഴുവൻ ബൈബിളിനെ അദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്ത് സെക്കുലർ ടേംസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഫിലോസഫിയും ബൈബിൾ അറിയാവുന്നവനും മാത്രമേ ഹെഗലിനെ വായിച്ചാൽ കൃത്യമായിട്ടും മനസ്സിലാവുള്ളതാണ് പ്രശ്നം. ഇന്ന് ഫിലോസഫി അറിയാവുന്നവരുണ്ട്, ബൈബിൾ ആഴത്തിൽ അറിയാവുന്നവരില്ല. അദ്ദേഹം നല്ല ലൂതറനായിരുന്നു, ഈ കാന്റും ലൂതറനായിരുന്നു. അവർ രണ്ടുപേർക്കും ആഴത്തിൽ ബൈബിള്, വിശുദ്ധ ഗ്രന്ഥം അറിയാം, നമ്മുടെ പുതിയ നിയമം അറിയാം അവർക്ക്. അപ്പോ യേശു പറയുന്നില്ലേ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ല എങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഞാൻ എന്നെ തന്നെ നെഗേറ്റ് ചെയ്യണം. നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ നിന്നെ തന്നെ നിഷേധിച്ച് എൻ്റെ പിന്നാലെ വരിക. അപ്പോ ഈ യാത്ര എന്ന് പറയുന്നത് എൻ്റെ അകത്തുള്ളൊരു യാത്രയാണ്. ഈ മരിച്ച അടക്കിന് ഞങ്ങൾക്കൊരു പാട്ടുണ്ട്, ഇന്നലെയുള്ളോൻ ഇന്നിവിടില്ല, ഇനി വരികില്ല യാത്രക്കാര എന്ന് പറയുന്ന ഇത്. ഇന്നലെയുള്ളവൻ ഇന്ന് വിടില്ല, അവൻ ഇനി വരില്ലേ. ഇത് അതിനെ മാത്രം എടുത്താൽ അത് നിരാശാജനകമാണ്. അപ്പൊ ഇന്നലെയുള്ളതിനെ നിഷേധിച്ച് ഞാൻ ഇന്നലത്തെ ഞാനല്ല ഇന്നുള്ള ഞാൻ, ഇന്നുള്ള ഞാനല്ല നാളെയുള്ള ഞാൻ. അപ്പൊ നെഗേഷൻ ഓഫ് നെഗേഷൻ ആണ്. ഇതാണ് കാറൽ മാർക്സ് അതേപടി എടുത്തത്, പക്ഷെ തെറ്റായിട്ടാണ്. ജർമ്മനിലെ ഔഫ്ഹെബൂം എന്ന വാക്കാണ് ജർമ്മനിലെ ഹെഗല് കൊടുത്തത്. ഈ ഔഫ്ഹെബൂങ് എന്ന വാക്ക് 3 വാക്കിന്റെ ഒരു കോമ്പിനേഷനാണ്. നിഷേധിക്കുക, അസിമിലേറ്റ് ചെയ്യുക, പുതിയതായിട്ട് മാറുക. അപ്പോ ഇന്നത്തെ ചെടി നാളത്തെ ചെടിയാകുമ്പോൾ ഇന്നലത്തെ ചെടിയുടെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ടാണ് നാളത്തെ ചെടിയാവുന്നത്. എംഗൽസും കാറൽ മാർക്സും ഇന്നലത്തേതിനെ നിഷേധിച്ച് ഇന്നുണ്ടാവുന്നു.
ഇന്നലത്തേതിന്റെ എല്ലാ ഗുണങ്ങളെയും ഇന്ന് സ്വാംശീകരിച്ചിട്ടാണ് നാളെ മറ്റൊന്നായി മാറുന്നതെന്നുള്ള ഈ 3 ഭാഗത്തില് ഉൾക്കൊണ്ട് വളരുക എന്നുള്ള ഉൾക്കൊള്ളുക എന്നത് മാറ്റിയാൽ നിലവിലുള്ള സാമൂഹ്യ സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിച്ച് പുതിയതൊന്നും ഉണ്ടാക്കുന്നു എന്നാക്കി മാറും. നിലവിലുള്ള സാമൂഹ്യ സംവിധാനത്തിൽ നന്മയുണ്ട്, തിന്മയുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കാൻ മാർക്സിന് കഴിയാത്തത് കൊണ്ടാണ് മാർക്സിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ നിലവിലുള്ള എല്ലാ സിസ്റ്റത്തെ അവർ തകർത്തു. അവർക്ക് പുതിയതൊന്നും ഇട്ടുണ്ടാക്കാനും കഴിഞ്ഞില്ല. ഒറിജിനലി ഹെഗൽ ഉദ്ദേശിച്ചത് ഇതാണ്. അതുകൊണ്ട് എംഗൽസും മാർക്സും പറയുന്നുണ്ട്, ഹെഗലിനെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളൂ, അദ്ദേഹം ഒരു ചത്തപട്ടിയാണെന്ന് നിങ്ങൾ ധരിക്കണ്ട, ഞാൻ മനസ്സിലാക്കിയതിനും കൂടുതൽ അതിനകത്തുണ്ട് എന്ന് മാർക്സും എംഗൽസും അവസാന കാലഘട്ടമായപ്പോ പറയുന്നുണ്ട്. ഡാസ് ക്യാപിറ്റലിന്റെ 1ാം വോള്യത്തിന്റെ 2ാമത്തെ എഡിഷനിലെ ആമുഖത്തില് ആണ് ഇദ്ദേഹം കാറൽ മാർക്സ് ഇത് പറയുന്നത്. അപ്പൊ ഹെഗല് പറഞ്ഞ ഹെഗലിന്റെ 3ാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനം. കുറെ അധികം കാര്യമുണ്ട്, 3ാമതൊരു കാര്യം ഞാൻ പറയാണ്. അതെന്താണെന്ന് വെച്ചാല് അവിടെ നിന്നാണ് ഈ മോഡേൺ എക്സിസ്റ്റൻഷ്യലിസം ഡെവലപ്പ് ചെയ്തു വരുന്നത്. എന്താണത്? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ കയ്യിലെ ഉപകരണമാണോ, അതോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടോ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? അതായത് നാം ദൈവത്തിന്റെ വെറും സൃഷ്ടി മാത്രമാണോ? ഇതാണ് ചോദ്യം. നാം ദൈവത്തിന്റെ സൃഷ്ടി മാത്രമാണെങ്കിൽ നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ഡിറ്റർമിൻഡ് ആണ്, മുൻകൂട്ടി നിർണയിച്ചതാണ്, നമുക്കൊന്നും ചെയ്യാനില്ലേ. അപ്പൊ നമ്മൾ പരമ്പരാഗതമായിട്ട് കാത്തലിക് വിശ്വാസം പറഞ്ഞിരുന്നത് സൃഷ്ടി ആണ് എന്നാണ്. ഈ ഹെഗല് ഒരു ഭയങ്കര ആശയം കൊണ്ടുവന്നു. എന്താണ് ആശയം? ഞാൻ എന്ന് പറയുന്ന ഒരാൾ നടന്നു പോകും. അപ്പോൾ പുഴയിൽ കുറച്ച് മീനെ കണ്ടു. ഞാനൊരു ചൂണ്ടയുണ്ടാക്കിയിട്ട് ആ മീനിനെ പിടിച്ചു. ആ പുഴയുടെ അടുത്തേക്ക് ചെല്ലുന്നത് വരെ ഞാൻ മനുഷ്യനാണ്. മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ മീൻപിടുത്തക്കാരനായി, ഫിഷർമാനായി. ഞാൻ നടന്നു പോകുന്നു. അപ്പൊ കുറച്ച് മണ്ണ് കാണുന്നു. ആ മണ്ണിനെ ഞാൻ കുടമാക്കി മാറ്റുന്നു. അതിലൂടെ ഞാൻ കൊശവനായി മാറുന്നു. അപ്പൊ അധ്വാനത്തിലൂടെ മനുഷ്യൻ പ്രകൃതിയെ രൂപാന്തരപ്പെടുത്തുന്നു, ഒപ്പം അതിലൂടെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നു. അപ്പൊ അധ്വാനത്തിലൂടെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നവനാണ് മനുഷ്യൻ. അപ്പൊ മനുഷ്യൻ, ഞാൻ ദൈവം എന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്, അതേപോലെ ഞാൻ എന്റെ സൃഷ്ടാവാണ്. അപ്പോ ഒരു ചോദ്യം വന്നു, ദൈവമാണോ സൃഷ്ടാവ്, ഞാനാണോ സൃഷ്ടാവ്? അവിടെയാണ് സാർത്ര ഇത് പഠിച്ചിട്ട് എഴുതി വെച്ചു, എന്റെ ഉള്ളിൽ ഒന്നുമില്ല, ശൂന്യതയാണ്. ശൂന്യതയിൽ നിന്ന് ഞാൻ എന്നെ തന്നെ അധ്വാനത്തിലൂടെ എന്നെ നിർമ്മിച്ചെടുക്കുകയാണ്. അതാണ് മോഡേൺ എക്സിസ്റ്റൻഷ്യലിസം. അപ്പൊ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഉള്ളിലുള്ള നിയമത്തിനനുസരിക്കുന്നതല്ല. ഞാൻ റെസ്ട്രിക്റ്റഡ് അല്ല, ഞാൻ ഒരു സൃഷ്ടിയല്ല, ഞാൻ സമ്പൂർണമായിട്ട് സൃഷ്ടാവാണ്. അപ്പോ നമ്മള് മനുഷ്യനെ സൃഷ്ടി എന്ന് വിളിച്ചപ്പോ എക്സിസ്റ്റൻഷ്യലിസ്റ്റുകള് ഈ ഹെഗലിനെ ഉപയോഗിച്ചിട്ട് എന്തെന്ന് പറഞ്ഞു? മനുഷ്യൻ സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. അതിൽ നിന്നാണ് പിന്നീട് ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് ആരാ തീരുമാനിക്കുക? മുൻകൂട്ടി യാതൊരു തീരുമാനവും ഇല്ലേ. ഞാൻ പെണ്ണാവണമെന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ പെണ്ണാവും. താൻ ആരാ ചോദിക്കാൻ? ദാറ്റ് ഈസ് മൈ ഫ്രീഡം. പക്ഷേ ഹെഗലിനെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ദൈവം തന്നിട്ടുള്ള ഗിവണുണ്ട്. ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും
ഛായ ഈസ് ഗിവൺ. സാദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം സൃഷ്ടിച്ച പോലെ. ദൈവം ആരെ സൃഷ്ടിച്ചു? പ്രകൃതിയെ സൃഷ്ടിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രകൃതിയെ രൂപാന്തരപ്പെടുത്തണം. ദൈവം ആരെ സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ചു. നമ്മൾ കല്യാണം കഴിച്ചിട്ട് ആരെ സൃഷ്ടിക്കണം? കുട്ടികളെ സൃഷ്ടിക്കണം. അപ്പൊ ഗിവണുണ്ട്. പരമ്പരാഗതമായ ദൈവശാസ്ത്രം ഇത്രേ ഉള്ളൂ. നാം ഒരു സൃഷ്ടിയാണ്, ദൈവം സൃഷ്ടാവാണ്. ഇപ്പോ മാറി തുടങ്ങി നമ്മുടെ ആളുകൾ. ഇത് ഞാൻ എൻ്റെ ഒരു എപ്പിസോഡിൽ കിടപ്പുണ്ട്. ഇത് ദൈവം തന്ന സൃഷ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ട്, അപ്പോഴാണ് മനുഷ്യന് ദൗത്യമുള്ളൂ. നമ്മൾ പ്രവർത്തിച്ചിട്ട് നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുക്കണം. സെന്റ് അഗസ്റ്റിൻ പറഞ്ഞത്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കില്ല എന്നാണ്. ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ തിരുത്തി എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കില്ല. അപ്പൊ മനുഷ്യന് ലോകത്തില് ജീവിക്കാനായിട്ട് ഒരു ദൗത്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വെറുതെ പള്ളിയിൽ പോയിട്ട് കുർബാന കണ്ട് തിരിച്ചു വന്ന് ഇതൊക്കെ തിന്ന് സുഖമായിട്ട് ജീവിച്ചാൽ മതി. പോരാ. നീ പെറ്റുപെരുകുക, ഭൂമിയെ രൂപാന്തരപ്പെടുത്തുക. അങ്ങനെ സൃഷ്ടാവിന്റെ സാദൃശ്യം നിന്നിൽ പതിഞ്ഞ് 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 വരണം. അപ്പൊ അത് ഹെഗലിന്നാണ് അത് ആരംഭിച്ചത്, സാർത്രയിലാണ് എത്തിച്ചേർന്നത്. അതാണ് ഇന്ന് മോഡേൺ ആയിട്ടുള്ള എല്ലാ ചിന്തകന്മാരും സാർത്രന്റെ പിറകെയാണ്. ഗിവണായിട്ട് എനിക്ക് യാതൊന്നുമില്ല, ശൂന്യതയിൽ നിന്ന് ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കുകയാണ്. ഇതാണ് അവരുടെ കംപ്ലീറ്റ് ആർഗ്യുമെന്റ്. ഹെഗലിന്റെ മനോഹരമായ മറ്റൊരാശയം, എനിക്ക് എന്നെ എങ്ങനെ കണ്ടെത്താം. ഇത് അദ്ദേഹം ബൈബിള് വ്യാഖ്യാനിക്കുകയാണ്. എങ്ങനെയാണ് ബൈബിള് വ്യാഖ്യാനിക്കുന്നത്? എനിക്ക് എന്നെ കണ്ടെത്തുന്നത് ആദം ഹവ്വയെ കണ്ടപ്പോൾ പറഞ്ഞു, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞു, ചിന്ത എന്താണ്? എനിക്ക് എന്നെ കാണണമെങ്കിൽ ഞാൻ ആരെ കാണുന്നു? കണ്ണാടിയിൽ നോക്കുന്നു. കണ്ണാടി മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നു? എൻ്റെ ഉള്ളിൽ നോക്കുന്നു. ലോകം ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. എന്നെ അറിയാൻ ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുകയാണ്. അത് പ്ലാറ്റോ ആയാലും അരിസ്റ്റോട്ടിൽ ആയാലും ഹെഗല് വരെയുള്ള എല്ലാ ചിന്തകന്മാരും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹെഗല് ഈ വചനത്തെ എടുത്ത് വ്യാഖ്യാനിക്കുകയാണ്. എന്ത്? എനിക്ക് എന്നെ അറിയണമെങ്കിൽ ഞാൻ എൻ്റെ മുമ്പിലുള്ള ആളുമായിട്ട് റിലേഷൻഷിപ്പിൽ വരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ആരാണെന്ന് എനിക്ക് അറിയണമെങ്കിൽ ഞാൻ ആകുന്നത്, നിങ്ങൾ എന്നെ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെയാണ് എനിക്ക് എന്നെ കാണാൻ കഴിയുക. നിങ്ങൾ എന്നെ ഒരു അടിമയായിട്ട് കണ്ടാൽ സ്വാഭാവികമായിട്ട് ഞാൻ അടിമയായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യാന്വേഷണത്തിൽ നിന്നുള്ള നമ്മൾ ആരംഭിച്ചത് അത് എന്ന് പറയുന്നത്, എനിക്ക് എന്നെ അറിയണമെങ്കിലുള്ള മീഡിയേഷൻ എന്ന് പറയുന്നത് നീയാണ്. അവിടെ വരുമ്പോഴാണ് ക്രിസ്തുവിന്റെ റോള് കുറച്ചുകൂടി വ്യക്തമാവണേ. കാരണം എന്റെ സമ്പൂർണമായിട്ട് എന്നെ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ എന്നോട് പറയാണ്, നീ ഒരു പൊട്ടനാണ്, നീ ഒരു പൊട്ടനാണ്, നീ ഒരു പൊട്ടനാണ്, നീ ഒരു പൊട്ടനാണ്, നീ ഒരു പൊട്ടനാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. ഞാനൊരു പൊട്ടനാണ്, ഞാനൊരു പൊട്ടനാണ്, ഞാനൊരു പൊട്ടനാണ് എന്ന് പറയാൻ തുടങ്ങും. അപ്പൊ പല വീടുകളിലും മക്കളോട് നീ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറയരുത് എന്ന് മോഡേൺ സൈക്കോളജി പറയുന്നതിന്റെ കാരണം അതാണ്. അത് ഇതിൽ നിന്നാണ് ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഇത് ഹെഗലിന് ഇമ്മാനുവൽ ലെവിനാസ് എന്ന് പറയുന്ന ആള് ഒരു പുസ്തകം എഴുതി. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാല് വ്യക്തി തന്നെ ഉള്ളതല്ല. പേഴ്സണാലിറ്റി ഈസ് ഇന്റർ പേഴ്സണാലിറ്റി, സബ്ജക്ടിവിറ്റി ഈസ് ഇന്റർ സബ്ജക്ടിവിറ്റി. ഞാനും നീയും കൂടുമ്പോഴാണ് ഞാൻ ആരാണെന്ന് മനസ്സിലാവുള്ളൂ, ഞാൻ എന്നിലേക്ക് വളരുള്ളൂ എന്ന മോഡേൺ ചിന്തയുടെ ഒരു അടിത്തറ കിടക്കുന്നത് ഹെഗലിലാണ്. ഹെഗൽ ഇത് എടുത്തിട്ടുള്ളത് പഴയ നിയമത്തിന്റെ പ്രോട്ടോ ഇവാഞ്ചലിയത്തിൽ കിടക്കുന്ന ആദവും ഹവ്വയും തമ്മിലുള്ള ഡയലോഗിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്.
ശരിക്കും നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാം, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മളെ റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വളരില്ല എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ ഇവിടെ ഫിലോസഫി ആക്ച്വൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത് വരുന്ന ഇത് കൂടി കാണിച്ചു തരാനാണ്. ഒന്ന് തത്വചിന്ത, ഒന്ന് അതിന്റെ റൂട്ട് കിടക്കുന്ന ബൈബിള്, ഒന്ന് ആക്ച്വൽ ലൈഫ്. അപ്പോ ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഈ ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു കേന്ദ്രം ഇല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടി മാത്രമാണ്. ട്രിനിറ്റി എന്ന കേന്ദ്രം ഉണ്ടാവുകയും ആ ഛായയിൽ നമ്മൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തതാണെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിന്റെ പൂർണ്ണതയാണ്. അപ്പോ ഞാൻ കൂടുതൽ വിശദീകരിക്കണില്ല. ഹെഗലിന്റെ ഡയലക്റ്റിക്സ് ഞാൻ പറഞ്ഞു. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, പ്രപഞ്ചം തന്നെയും രൂപാന്തരപ്പെടുന്നത് ഒരു വിത്തിന്ന് മാവ് അല്ലെങ്കിൽ തെങ്ങ് വലുതായി വരുന്നത് പോലെ ഉള്ളതിനെ നിഷേധിച്ച് അതിന്റെ നന്മകൾ ഉൾക്കൊണ്ട് പുതിയതൊന്നുണ്ടാകണു, ഉള്ളതിനെ നിഷേധിച്ച് അതിന്റെ നന്മകൾ ഉൾക്കൊണ്ട് പുതിയതുണ്ടാകണു. അതുകൊണ്ടാണ് ആള് പറയണേ, ബീയിങ് ഈസ് ആൾവേസ് ബീയിങ് ആൻഡ് നോൺ ബീയിങ്. അപ്പോ ഓർഡറും കയോസും തമ്മിലുള്ള ഒരു മിക്സിലൂടെ, ചേഞ്ചും ചേഞ്ച്ലെസ്നെസ്സും മിക്സിലൂടെ ഗ്രോ ചെയ്യുന്നു എന്നതാണ് ജർമ്മൻ ഐഡിയലിസത്തില് വന്നു നിൽക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈസ്തെറ്റിക്സ് ഇതാണ്. നമ്മളത് ഉണ്ടാക്കി നമ്മുടെ മുമ്പില് കാണണം, ധ്യാനിക്കണം. അതാണ്. അപ്പം മതങ്ങൾ മുഴുവൻ അദ്ദേഹം പറയുന്നത് സൗന്ദര്യപരമാണ്, എസ്തെറ്റിക് ആണ്. ആ എസ്തെറ്റിക് റിലീജിയൻ അല്ലാത്തത് ഇവരാണ്, നമ്മുടെ മുസ്ലിംസ് ആണ്. അതുകൊണ്ടാണ് അവരുടെ മനസ്സ് വളരെ കലുഷിതാണ്. ആ കലുഷിത മനസ്സിൽ നിന്നാണ് ഈ അക്രമങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. നമ്മള് ഈ നമ്മുടെ വിശ്വാസത്തെ ഇന്ദ്രിയപരമായി കാണാവുന്ന വിധത്തില് നമ്മൾ അനുഭവിക്കുന്നു, ആനന്ദിക്കുന്നു, അതിൽ വളരുന്നു. അപ്പോ വെറും റീസൺ ഉണ്ടായാൽ പോരാ, അതിന് മജ്ജയും മാംസവും വേണം. അതാണ് എസ്തെറ്റിക്സ്, അതാണ് സഭ. ഞാൻ ഇന്ന് ഇതിൽ വരുമ്പോ ഒരു സഹോദരൻ സംസാരിക്കുന്നുണ്ടായിരുന്നു, കവിതകളിലൂടെയാണ് വിശ്വാസം കൈമാറുന്നതെന്ന്. ശരിയാണ്. നമ്മുടെ ഇന്ത്യയിലെ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ കൈമാറിയിരുന്നത് കവിതകളിലൂടെയാണ്. ഞാൻ എൻ്റെ മക്കളിലൊക്കെ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. എന്താണ്? പ്രോസ് പഠിക്കുന്നതിനേക്കാൾ ഹൃദയത്തിലേക്ക് പോകുക കവിതയാണെന്ന് പരീക്ഷണത്തിലൂടെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് ശാസ്ത്രീയ സംഗീതം, അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ചിന്തേനെ നമ്മൾ എന്താ ആക്കണം? ഞാൻ ദേവാലയമാണ്, പക്ഷെ എനിക്കത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ദേവാലയം ഉണ്ടാവണം. ഞാൻ ക്രിസ്തുവാണ്, അതിനെന്റെ മുമ്പില് ക്രിസ്തു ഉണ്ടാവണം. അങ്ങനെയാണ് സാക്രമെന്റ്സും ആരാധനയും. ഞാൻ പുരോഹിതനാണ്, അതിന് എന്റെ മുമ്പില് പുരോഹിതൻ ഉണ്ടാവണം. ഇതാണ് ഹെഗല് കൃത്യമായിട്ട് പറയണത്. റിലീജിയന്റെ പ്രധാന ഭാഗം എസ്തെറ്റിക്സ് ആണ്, സൗന്ദര്യപരമാണെന്ന്. അപ്പൊ ഞാൻ ഇന്നത്തെ എൻ്റെ ടോക്ക് നിർത്താണ്. നിങ്ങളൊരു ഈ ടോക്ക് ഒരു 2-3 പ്രാവശ്യം കേട്ടാൽ ദൈവം നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം കൂടുതൽ മനസ്സിലാക്കി തരും. കാരണം നിങ്ങൾ ദൈവത്തോട് തന്നെ നേരിട്ട് ചോദിക്കുക. നിങ്ങൾ ഭയക്കണ്ട. നിങ്ങൾക്ക് സത്യസന്ധമായി അന്വേഷിക്കുന്ന എല്ലാവർക്കും, എന്നെ അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും, ദൈവം തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. ഞാൻ എന്നെ വിളിച്ചതിനും കേട്ടിരുന്നതിനും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ. ഓക്കെ, പിന്നെ പറഞ്ഞു. ഗ്ലോറിയസ് ന്യൂറോ അംഗങ്ങളെ, കഴിഞ്ഞ 3 ആഴ്ചകളെ ആയിട്ട് നാം ഈ ഫിലോസഫി ഇൻ ക്രിസ്ത്യാനിറ്റി എന്ന വിഷയത്തെ കുറിച്ച് നമുക്ക് അറിവുകളെ പകർന്നു നൽകിയ പ്രൊഫസർ KM ഫ്രാൻസിസ് സാറിന് നന്ദി അറിയിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആത്മീയതയെ ഭക്തിയുടെ മാർഗത്തിലും ഉന്മാദാവസ്ഥയിലൊക്കെ മനസ്സിലാക്കി പരിചയമുള്ള നമുക്ക് കഴിഞ്ഞ 3 ആഴ്ചയായി മറ്റൊരു വീക്ഷണത്തിൽ, അല്ലെങ്കിൽ ഫിലോസഫിയുടെ തത്വജ്ഞാനത്തിന്റെ വീക്ഷണത്തിൽ ക്രിസ്ത്യാനിറ്റിയെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞു.
വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല വിഷയങ്ങളും വളരെ ലളിതമായ ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും വളരെ രസകരമായി വളരെ സരസമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ഈ ക്ലാസിന്റെ ഓരോ കാര്യങ്ങളും ഓരോ അറിവുകളും പകർന്നു നൽകിയ പകർന്നു നൽകാൻ ഫ്രാൻസിസ് സാറിന് കഴിഞ്ഞു. അതിന്റെ ഒരുപാട് ഫീഡ്ബാക്സ് നമുക്ക് നമ്മുടെ ഗ്ലോറിയസ് ന്യൂറോ അംഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മുടെ ക്ലാസ്സിന് മുമ്പുള്ള സമയങ്ങളിൽ വരെ നമുക്ക് അതിന്റെ ഫീഡ്ബാക്സ് വന്നു. കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് മറ്റൊരു തലത്തിലേക്കാണ് നമ്മുടെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പലരും ഫീഡ്ബാക്ക് പറയുകയുണ്ടായി. ആധുനികമായിട്ടുള്ള ഇപ്പോഴത്തെ ചിന്താധാരയിൽ നമ്മളൊക്കെ ഒരുപാട് വൈകിപ്പോയി ഇത്തരത്തിലുള്ള ഒരു വീക്ഷണത്തെ കുറിച്ച്. നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, ഫിലോസഫിക്കൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വൈകിയാണെങ്കിലും അറിയില്ല. ഈ ഒരു പീക്ക് ടൈമിൽ ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ പല ആളുകൾക്കും വിശ്വാസത്യാഗമൊക്കെ സംഭവിച്ചു പോകുമ്പോൾ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയെ കൂടുതൽ ദൃഢമായി നിർത്തുന്ന ഇത്തരത്തിലുള്ള ചിന്തകളെയും ക്ലാസ്സുകൾക്കും വേണ്ടി നമുക്ക് ഈ കഴിഞ്ഞ 3 ആഴ്ച തന്റെ സമയവും ആരോഗ്യവും വിലപ്പെട്ട അറിവുകളും നൽകിയ പ്രൊഫസർ KM ഫ്രാൻസിസ് സാറിന് ഗ്ലോറിയസ് ന്യൂറോ ക്ലാസ്സിലെ ഓരോരുത്തരുടെ പേരിൽ, ഓരോ സത്യാന്വേഷികളുടെയും പേരിലും, അതുപോലെ തന്നെ ഗ്ലോറിയസ് ഗോസ്പൽ ടീമിന്റെയും പേരിലുള്ള പ്രത്യേകമായ വളരെ ആദരവോടു കൂടിയുള്ള നന്ദിയും സ്നേഹവും ഇപ്പോൾ അറിയിക്കുകയാണ്. അതുപോലെ ഇത് ക്ലാസ് കേട്ട എല്ലാവരും തന്നെ നമ്മുടെ ഫ്രാൻസിസ് സാറിന്റെ നമുക്ക് നമ്മുടെ സഭയ്ക്കൊക്കെ ഒരുപാട് ഉപയോഗിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, നിങ്ങളുടെ പ്രാർത്ഥനകളിലെല്ലാം അദ്ദേഹത്തെ ഓർക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫിലോസഫി ആൻഡ് ക്രിസ്ത്യാനിറ്റി എന്ന വിഷയത്തിൽ ഈ ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യാൻ ഇത്ര ആപ്റ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് പേഴ്സണെ നമുക്ക് കൊണ്ടുവന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ കഴിഞ്ഞ 3 ആഴ്ച വളരെ നല്ല രീതിയിൽ, ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ വളരെ നല്ല ക്ലാസ്സുകൾ ശുപാർശ ചെയ്ത നമ്മുടെ ഷിബു പിടികൽ പാസ്റ്ററിനോടും ഗ്ലോറിയസ് ഗോസ്പൽ ടീമിന്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരുടെ പേരിൽ ഒരിക്കൽ കൂടി എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു. Thank you, Binny. Thank you, sir. We'll see everybody next week.